നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം ഭാഗം 13. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം ഭാഗം 13. ഇന്ന് നമ്മൾക്ക് 23-ാമത്തെ ശ്ലോകം മുതൽക്കാണ് നോക്കേണ്ടത്. ഇതിൽ ഭാഗവത മാഹാത്മ്യം ആദ്യത്തെ അധ്യായത്തിൽ. അപ്പോൾ അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. സൂതാ ഉവാചാം അത്ര തേ കഥയിഷ്യാമി ഭക്തിപുഷ്ടകഥാനകം ശുകേന മമയ പ്രോക്തം രഹസ്യം വിചാര്യജാം. അത്ര തേ കഥയിഷ്യാമി ഭക്തിപുഷ്ടകഥാനകം ശുകേന മമയൽ പ്രോക്തം രഹസ്യം വിചാര്യജാം. അതിൻ്റെ വാക്കാർത്ഥം പറയണത് അത്ര എന്ന് പറഞ്ഞാൽ ഇതിൽ, രഹശിഷ്യ വിചാര്യ, ആ വാക്കുകൾ അങ്ങനെ പോവുള്ളൂ. രഹശിഷ്യം വിചാര്യ, ഏകാന്തത്തിൽ ശ്രവണേച്ഛയുള്ള ശിഷ്യനെന്ന് വിചാരിച്ചിട്ട്. ഇതാണ് പറയാൻ കാരണം. ഭാഗവതം തെങ്ങിൻ്റെ മുകളിൽ കോളാമ്പി വെച്ച് പറയേണ്ടതല്ല. പിന്നെയോ ശ്രവണേച്ഛയുള്ള ശിഷ്യനെ വിചാരിച്ചിട്ട്. എങ്ങനെ? ഏകാന്തത്തിൽ എന്ന് പറഞ്ഞാൽ ഗുരുവും ശിഷ്യനും മാത്രം. ഇനി ഗുരുവും ശിഷ്യന്മാരും ആവാം, എന്നാലും അത് ബോക്സ് വെച്ചിട്ട് കിലോമീറ്റേഴ്സ് ദൂരെ കേൾക്കേണ്ടതല്ല. ഒരു അമ്പലവട്ടത്തിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഒരു ഗൃഹാന്തരീക്ഷത്തിൽ, പൂമുഖത്തോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, ഡ്രോയിങ് ഹാളിലോ അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ എപ്പോഴും ഇത് വ്യക്തിഗതമാണ്. അതാണ് ശിഷ്യ, പ്ലൂരലല്ല ഉപയോഗിച്ചത്, പിന്നെ സിംഗുലറാണ് ഉപയോഗിച്ചത്. പിന്നെ ശ്രവണേശ്വര ശിഷ്യനെന്ന് വിചാരിച്ചിട്ട് ഏകാന്തത്തിൽ, രഹ എന്ന് പറഞ്ഞാൽ ഏകാന്തത്തിൽ, ശിഷ്യം വിചാര്യ, വികാരമില്ല, വിചാര്യ. അപ്പോൾ ഏകാന്തത്തിൽ ശ്രവിക്കണം എന്ന ആഗ്രഹമുള്ളവനോടെ പറയാൻ പാടുള്ളൂ. ഇപ്പോൾ 100-300 മെമ്പേഴ്സുള്ള ഒരു ഗ്രൂപ്പിൽ നമ്മളിടുമ്പോൾ ഈ സബ്ജക്റ്റ് ഹാർഡ്ലി 5-6 ആൾക്കാരെ കേൾക്കണുള്ളൂ എന്നുള്ളതാണ് സത്യം. അത് മുഴുവൻ കേൾക്കുന്നുണ്ടോ ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം എന്താ, അവർക്ക് അതിന് സമയമായിട്ടില്ല. അവർ പലതും പാരായണം ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഭാഗവതം ശ്രവിക്കണമെന്നുണ്ടെങ്കിൽ ജന്മാന്തര പുണ്യം വേണം. എന്നാൽ മുക്തി കിട്ടാനോ ഭാഗവതം ഈ ജന്മത്തിൽ തന്നെ കിട്ടും എന്നുള്ളത് അവർക്ക് അറിയില്ല. അപ്പോൾ രഹശിഷ്യം വിചാര്യ, ഏകാന്തത്തിൽ ശ്രവണേച്ഛയുള്ള ശിഷ്യനെന്ന് വിചാരിച്ചിട്ട്, ശുകേന, ശുകരാൽ, മമ എനിക്കായിക്കൊണ്ട്, യൽ പ്രോക്തം യാതൊന്ന് ഉപദേശിക്കപ്പെട്ടുവോ, യാതൊന്ന് ഉപദേശിക്കപ്പെട്ടുവോ. അത് എന്തിനായിട്ടാണെന്നാണ് ചോദിക്കണത്. ഭക്തിപുഷ്ടകഥാനകം, ഭക്തിയുടെ പോഷണത്തിന് കാരണമായിരിക്കുന്ന ആഖ്യാനത്തെ. എന്തപ്പോൾ വായിച്ചു പഠിച്ചാൽ പോരെ, വായിക്കാൻ പഠിച്ചാൽ പോരാ. ഇവിടെ എന്താ പറഞ്ഞത്? കാരണമായിരിക്കുന്ന ആഖ്യാനം വിസ്തരിച്ച് പറയണം. ആഖ്യാനം പഠിക്കണം. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ സിമ്പിളായിട്ട് പറയാറുണ്ട്, നിങ്ങൾ ഭാഗവതം ആഖ്യാനം വായിക്കുമോ, എന്നിട്ട് തൽക്കാലം തുടക്കത്തിൽ ശ്ലോകവും വായിക്കേണ്ട, വാക്കാർത്ഥവും വായിക്കേണ്ട,
ആഖ്യാനം മാത്രം 2 പ്രാവശ്യം ഒരു കഥ വായിക്കുന്ന പോലെ വായിക്കുക. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. ഈ കാര്യങ്ങൾ മനസ്സിലാക്കലാണ് ഇതിൻ്റെ ഉദ്ദേശം. യുക്തിസഹജമായി കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ കഥയുടെ ആഖ്യാനം മനസ്സിലായാൽ, ഭാഗവത ഗ്രന്ഥത്തിലുള്ള ആഖ്യാനം മനസ്സിലായാൽ പിന്നെ ശ്ലോകം പഠിക്കുക. പക്ഷെ ഈ ഈ ഇത് എങ്ങനെ വേണം എന്നുള്ളത് ഞങ്ങളല്ലേ നിശ്ചയിക്കാൻ എന്ന് ചോദിച്ചാൽ എനിക്കതിൽ അഭിപ്രായം പറയാൻ പറ്റില്ല. ഞാൻ ചെയ്തത് അങ്ങനെയാണ്. പണ്ഡിറ്റ് ഗോപാലൻ നായർ അദ്ദേഹത്തിൻ്റെ ആഖ്യാനമുണ്ട്. 8 വോള്യത്തിലാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അത് ഗുരുവായൂർ ദേവസ്വത്തിൽ കിട്ടും, വളരെ ചീപ്പാണ്. അത് വാങ്ങിയിട്ട് ആഖ്യാനം വായിക്കുക. ആഖ്യാനം വായിച്ചതിൻ്റെ ശേഷം ശ്ലോകങ്ങൾ പഠിക്കുക. നമുക്കാരും ബോധിപ്പിക്കുകയില്ല. സ്വയം നമ്മൾ രക്ഷപ്പെടാനുള്ള മാർഗമാണ് ഭാഗവത ആചരണം, ഭാഗവതത്തെ ആചരിക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞു ഭക്തിയുടെ പോഷണത്തിന്. അപ്പോൾ ഈ ഭക്തിയുടെ പോഷണം എന്നാണ്, അല്ലാതെ കണ്ട് ഇല്ലാത്തത് ഉണ്ടാവാൻ വേണ്ടി ഭാഗവതം ഉപാസിച്ചിട്ട് യാതൊരു കാര്യമില്ല. അവിടേക്കാണ്, അതായത് എന്തെങ്കിലും വരുമാനം ഉണ്ടാവും ഇതുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഭാഗ്യക്കുറി കിട്ടും, അല്ലെങ്കിൽ എനിക്ക് ഭാഗ്യം ഉണ്ടാവും, അങ്ങനെയല്ല. ഭക്തിയുടെ പോഷണം. ഭക്തി ഉണ്ടായാലല്ല ആയി. ഭക്തി ഉണ്ടായാൽ ഭഗവാനെ മനസ്സിലാക്കാനും, ഭക്തിയും ഭഗവാനും ഭാഗവതവും അല്ലേ, ഭക്തി ഭഗവാൻ അതൊന്നായി തീരാം. അതുകൊണ്ടാണ് പറഞ്ഞത് തേ കഥയിഷ്യാമി, അങ്ങയോട് കഥിക്കുന്നേൻ. എനിക്ക് എൻ്റെ ഗുരുനാഥൻ എന്തു പറഞ്ഞു തന്നു, എൻ്റെ ഭക്തിയുടെ പോഷണത്തിനായിക്കൊണ്ട് അത് ഞാൻ അങ്ങയ്ക്ക് കഥിക്കുന്നേൻ എന്ന് സൂതൻ ശൗനകനോട് പറഞ്ഞു. അപ്പോൾ ഇനി അതിൻ്റെ ഭാവാർത്ഥം നോക്കാം. നാരദ സനകാദി സംവാദ സംഗതിയെ വെളിപ്പെടുത്തുവാൻ ശ്രീ ശുഗമുനി എന്നോട് ഉപദേശിച്ച ആഖ്യാനത്തെ ഞാൻ അങ്ങയോട് പറയാം. അപ്പോൾ അതിലൊരു കാര്യം മനസ്സിലായി. നാരദർക്ക് സനകാദി ഋഷീശ്വരന്മാരാണ് ഭാഗവതം ഉപദേശിച്ചത്. അത് നാരദ സനകാദി സംവാദ സംഗതിയെ വെളിപ്പെടുത്തുവാൻ നമ്മളോട് പറഞ്ഞു തരാൻ വേണ്ടി ശ്രീ ശുഗമുനി എന്നോട് ഉപദേശിച്ച ആഖ്യാനത്തെ. സൂതന് കിട്ടിയത് എവിടുന്നാണ്? വ്യാസര ശുഗബ്രഹ്മ മഹർഷിക്ക് ക്ലാസ് എടുക്കുമ്പോഴാണ് സൂതൻ ഒപ്പം ഇരുന്ന് പഠിക്കുന്നത്. അപ്പോൾ എന്നോട് ഉപദേശിച്ച ആഖ്യാനത്തെ ഞാൻ അങ്ങയോട് പറയാം. ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതിന് കാരണമായിരിക്കുന്ന ഈ സംഗതി, ഈ ഭാഗവതാഖ്യാനം, ഈ കഥ ഞാൻ ഏകാന്ത ഭക്തനായ ശിഷ്യനാണെന്നുള്ള കാരുണ്യ നിമിത്തം ശുഗമുനി എന്നെ കേൾപ്പിച്ചതാകുന്നു. ശുഗമുനി സൂതന് ഉപദേശിച്ചു എന്നാണ് പറഞ്ഞതേ. അപ്പോൾ അതെങ്ങനെ? ഏകാന്ത ശിഷ്യൻ. ഇതാണ് നമ്മൾക്ക് ശരിക്കും കാര്യങ്ങൾ മനസ്സിലാവാത്തത്. ഇത് ഒറ്റയ്ക്ക് കേൾക്കണം. കാരണം പലതരത്തിലുള്ള സംശയം ഉണ്ടാവും. എല്ലാവരും കേൾക്കത്തിലെ സംശയം ചോദിക്കാൻ നമ്മൾക്ക് ഭയം ഉണ്ടാവും. ഇപ്പോൾ ഞാൻ തന്നെ 1ാമത്തെ എപ്പിസോഡിലിട്ട് പറയുണ്ടായി, നിങ്ങൾക്ക് ഭാഗവതത്തിനെ സംബന്ധിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. പക്ഷെ അതിലൊരാൾ മാത്രമേ ചോദിച്ചുള്ളൂ. എനിക്കതുകൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടല്ല ഞാൻ പറഞ്ഞത്. ഇത് പഠിക്കണം, മനസ്സിലാക്കണം എന്നുള്ള ത്വരിത ആർക്കുണ്ടോ അവർക്ക് ഞാൻ എത്ര സമയമാണെങ്കിലും ചിലവാക്കാൻ തയ്യാറാണ്. അപ്പോൾ ഇവിടെ അതത്ര തന്നെ പറഞ്ഞിട്ടുള്ളൂ. നാരദ സനകാദി സംവാദ സംഗതിയെ വെളിപ്പെടുത്തുവാൻ ശ്രീ ശുഗമുനി എന്നോട് ഉപദേശിച്ച ആഖ്യാനത്തെ ഞാൻ അങ്ങയോട് പറയാം. ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതിന് കാരണമായിരിക്കുന്ന ഈ സംഗതി ഞാൻ ഏകാന്ത ഭക്തനായ ശിഷ്യനാണെന്നുള്ള കാരുണ്യ നിമിത്തം ശുഗമുനി എന്നെ കേൾപ്പിച്ചതാകുന്നു. അപ്പോൾ സൂതൻ എന്ത് ചെയ്യണം? ഏകാന്ത ഭക്തി, ഈ സബ്ജക്റ്റിലുള്ള ഏകാന്ത ഭക്തിയോടുകൂടി ഇരുന്നാലേ ഞാൻ പറഞ്ഞത് മനസ്സിലാവുള്ളൂ എന്ന് ഇൻഡയറക്റ്റായിട്ട് സൂതൻ ഉപദേശിച്ചു. അത് കഴിഞ്ഞ് അടുത്ത ശ്ലോകം 24ാമത്തെ ശ്ലോകം പറയുന്നു. ഏകധാതു വിശാലായാം ചത്വാര ഋഷയോ അമലാം സത്സംഗാർത്ഥം സമായാത തദൃശുസ്തത്ര നാരദം.
എന്താ? ഏകദാതു വിശാലായാം ചത്വാര ഋഷയോ അമലാ സത്സംഗാർത്ഥം സമായാതാം തദൃസ്തത്ര നാരദം. എന്താണ് വാക്കർത്ഥം? ഏകധാതു. ഏകധാതു എന്ന് പറഞ്ഞാൽ ഒരു കാലത്തിൽ, കഥ പറയുക അങ്ങനെയാണ്. പണ്ടൊരു കാലത്ത്, ഇവിടെ പണ്ടെന്ന് പറഞ്ഞില്ല, ഒരു കാലത്തിൽ ഏകധാതു, ഏകധാതു ഒരു കാലത്തിൽ വിശാലായാം, വിശാല എന്ന പുരിയുടെ സമീപത്തിൽ, വിശാല എന്നുള്ളൊരു പട്ടണത്തിൻ്റെ സമീപ പ്രദേശത്ത് ഒരു സ്ഥലത്ത് വെച്ച് അമല, അമല എന്ന് പറഞ്ഞാൽ നിർമ്മലമായ, വളരെ സിമ്പിളാണ് സംസ്കൃതം, പഠിക്കാൻ താല്പര്യമുള്ളവർക്ക്. മലം എന്ന് പറഞ്ഞാൽ ചളിയെന്ന് അർത്ഥമുള്ളൂ. നമ്മുടെ മലയാളത്തിലെ മലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ്റെ വിസർജനം എന്നർത്ഥമായി മലം. പക്ഷേ ഹിന്ദിയിൽ വിക്സ്, അതേമാതിരി പിന്നെ ലേപന വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതിന് ചളി എന്നർത്ഥം പറയും, അതിന് മലം എന്നാ പറയാം. ഇപ്പോൾ ഞാനൊക്കെ ഗവൺമെൻറ് ആസ്പത്രി, അതായത് IIT ഗവൺമെൻറ് സ്ഥാപനമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആസ്പത്രി ഉണ്ട്. അപ്പോൾ അവിടെ പോയാൽ ലേപനം, ചളി, അതായത് ഈ വിക്സ് എന്നൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ശരീരത്തിൽ എവിടെയെങ്കിലും വേദനയൊക്കെ ഉണ്ടെങ്കിൽ ഈ ലേപനം പുരട്ടാൻ പറയും. അതുകൊണ്ടാണ് അമല എന്ന് പറഞ്ഞാൽ എന്താ? ചളി അല്ലാത്തത് എന്നർത്ഥം. അപ്പോൾ പറഞ്ഞതിൻ്റെ താല്പര്യം അമല, നിർമ്മലന്മാരായ മാനസികാവസ്ഥയാണ്. ചത്വാര ഋഷയ, 4 ഋഷികൾ എന്നാ ചത്വാര, അല്ലാണ്ട് 4 കൂടി ഇടുന്നല്ല, ചത്വാര ഋഷികൾ. അതായത് ഈ സനകാദികൾ, സനൽകുമാരൻ പറഞ്ഞിട്ട്. അപ്പോൾ ആ 4 ഋഷികൾ സത്സംഗാർത്ഥം, സത്സംഗത്തിനായിക്കൊണ്ട് സമായാതാഹ, ആഗമിച്ചു, സമായാതാഹ ആഗമിച്ചു, തത്ര അവിടെ, നാരദം തദൃശു, നാരദരെ കണ്ടു. ഒരു സത്സംഗത്തിന് വേണ്ടി വിശാല എന്ന് പറയുന്ന പട്ടണത്തിൻ്റെ പ്രാന്തപ്രദേശത്ത് ഒരു കാലത്ത് നമ്മുടെ സനകാദി ഋഷീശ്വരന്മാർ സത്സംഗാർത്ഥം വന്നു, അവിടെ നാരദരെ കണ്ടു. അതാണ് ആ അവരുടെ അർത്ഥം. അപ്പോൾ ഇവിടെ പറയണു, ഒരു കാലത്തിൽ വിശാല എന്ന പേരായ പുരിയുടെ സമീപത്തുള്ള ബദര്യാശ്രമത്തിൽ നിന്നാണ്. അത് സ്ഥലം എവിടെയാണ്? ബദര്യാശ്രമം. അതിവിടെ പറഞ്ഞിട്ടില്ല, അത് അണ്ടർസ്റ്റുഡാണ്. ബദര്യാശ്രമത്തിൽ സാധുജനങ്ങളോട് ചേർന്ന് സന്തോഷിപ്പാനായിട്ട്, ഇതാണ് ഈ സത്സംഗം എന്നുള്ളതിൻ്റെ അർത്ഥമാണ് ഇവിടെ പറഞ്ഞത്. സാധുജനങ്ങളോട് ചേർന്ന് സന്തോഷിക്കുക. വക്താവും ശ്രോതാക്കളും സത്സംഗം നടത്തുമ്പോൾ വക്താവിനും സന്തോഷം, പറയുന്ന ആൾക്കും ആനന്ദം അനുഭവിക്കാൻ സാധിക്കണം, കേൾക്കുന്ന ആൾക്കാർക്കും വേണം. ഓ, ഇതിപ്പോൾ എന്താ, പറഞ്ഞാൽ കേൾക്കാത്തവരാണോ അല്ലെങ്കിൽ മനസ്സിലാവാത്തവരാണോ എന്ന് വക്താവ് ആത്മഗതം ചെയ്യേണ്ട ആവശ്യമില്ല. വക്താവിൻ്റെ ജോലി ചെയ്യുക. അതായത് ഒരു കാര്യം ഉപദേശിക്കണം എന്ന് പറഞ്ഞാൽ അത് ഉപദേശിക്കുക. അതിന് ആ വ്യക്തി എത്രത്തോളം ഈ സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് വേണം പറയാൻ. അവിടെ മായം ചേർക്കരുത്. ഇവർക്ക് ഇത്ര മതിയെന്ന് ഒരിക്കലും പറയരുത്. കാരണം എല്ലാവരിലും ഈശ്വരൻ ചൈതന്യവത്തായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതിന് ആശ്രയദോഷം ഉണ്ടാവും. അപ്പോൾ ഒരാൾക്കാണെങ്കിലും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളാണെങ്കിലും ശരി, അല്ലെങ്കിലും ശരി, നമ്മുടെ ടെമ്പോന് കുറവ് വരരുത്. അതുകൊണ്ടാണ് സാധുജനങ്ങളോട്, സാധുക്കളെന്ന് പറഞ്ഞാൽ പിച്ചക്കാരെന്നല്ല, സ്വാത്വിക ഗുണനിധികളെന്ന് അർത്ഥം പറയണം. സ്വാത്വികര്, ദൈവീകതയെ അറിഞ്ഞ് പെരുമാറാൻ കഴിവുള്ളവർ, സാത്വികത. സാധുജനങ്ങളോട് ചേർന്ന് സന്തോഷിപ്പാനായിട്ട് സനകാദികളായ 4 ഋഷികളും വന്നു ചേർന്നു. അവിടെ ശ്രീ നാരദ മുനിയെ അവർ കണ്ടു. അതാണ് അതിൻ്റെ ഭാവാർത്ഥം. അത് കഴിഞ്ഞ് അടുത്ത ശ്ലോകം 25. അതാരാ? കുമാരാ ഊജുഹു, സനകാദികൾ പറഞ്ഞു എന്നാ. സനകാദികൾ എന്താ പറഞ്ഞത്? കഥം ബ്രഹ്മൻ ദീനമുഖ കുത ചിന്താപരോ ഭവാൻ ത്വരിതം ഗമ്യതേ കുത്ര കുതശ്ചാഗമനം തവ. ചോദ്യം ചോദിക്കാം.
കഥം ബ്രഹ്മൻ ദീനമുഖ കുതശ്ചിന്താപരോ ഭവാൻ ത്വരിതം ഗമ്യതേ കുത്ര കുതശ്ചാഗമനം തവ. എന്താണ് വാക്കാർത്ഥം പറയുക? ബ്രഹ്മൻ, ഹേ ബ്രഹ്മജ്ഞാനിയായുള്ളോവേ. സല്യൂട്ടേഷനാണ്. ഹേ ബ്രഹ്മൻ, 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 ഹേ ബ്രഹ്മജ്ഞാനിയായുള്ളോവേ, ഭവാൻ, അങ്ങ്, കഥം ദീനമുഖ, എന്തുകൊണ്ട് ദുഃഖസൂചകമായ മുഖത്തോടു കൂടിയവനായിരിക്കുന്നത്? നോക്കൂ, കഥം ദീനമുഖ, അതിലിപ്പോൾ എത്ര 1, 2, 3 വാക്കേ ഉള്ളൂ. അതിന് മലയാളത്തിൽ അർത്ഥം പറയുമ്പോൾ എന്താണ്? കഥം ദീനമുഖ, എന്തുകൊണ്ടാണ് ദുഃഖസൂചകമായ മുഖത്തോടു കൂടിയവനായിരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു കുത ചിന്താപര, എന്തുകൊണ്ടാണ് ചിന്തയിൽ ആവിഷ്ടനായിരിക്കുന്നത്? അതാണ്, എന്തു കാരണത്താൽ ചിന്തയാൽ ദുഃഖിതനായിരിക്കുന്നു. എന്തുകൊണ്ട്? കുത, ക്വ, എന്ത്, എവിടെ എന്നുള്ള അർത്ഥമായി. അപ്പോൾ കുത ചിന്താപര, എന്തു കാരണത്താൽ ചിന്തയാൽ ദുഃഖിതനായിരിക്കുന്നു. കുത്ര ത്വരിതം ഗമ്യതേ, എന്താ അത്? എവിടേക്കാണ് ശീഘ്രം ഗമിക്കുന്നത്? അങ്ങോട്ടാണ് പോണത്. ഒരാളെ കണ്ട ഹായ് എന്ന് പറഞ്ഞ് നിൽക്കാതെ കണ്ട് അങ്ങനെ പോവച്ചാൽ എന്താണ്? കുത്ര ത്വരിതം ഗമ്യതേ, എവിടേക്കാണ് ശീഘ്രം ഗമിക്കുന്നത്? കുതത്തവ ആഗമനം, അപ്പോൾ എങ്ങോട്ടാ പോണത് എന്ന് ചോദിക്കുമ്പോൾ എവിടുന്നാ വരണത് എന്ന് ചോദിക്കണം, വേണ്ടേ? ആലോചിച്ച് നോക്കൂ. കുത്ര തവ ആഗം, എവിടെ നിന്നാണ് അങ്ങയുടെ വരവ്? ഈ ശരിക്കും ഒരു സംഭാഷണമാണ്. ആൾക്കാരെ കണ്ടുമുട്ടുമ്പോൾ സംഭാഷണമാണത്. അപ്പോൾ സനകാദികൾ നാരദരോട് ചോദിച്ചു. അതിൻ്റെ ഭാവാർത്ഥം പറയാണ്, ഹേ ബ്രഹ്മൻ, എന്താ അങ്ങയുടെ മുഖം വാടിയിരിക്കുന്നത്? അപ്പോൾ ആ വാടിയെന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ ആ ദുഃഖം എന്നുള്ളതിൻ്റെ അർത്ഥം അതാണ്, ദുഃഖാപരം എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു സംഗതിയെ എക്സ്പ്രസ് ചെയ്യാൻ പല വാക്കുകൾ ഉപയോഗിക്കും. അതൊക്കെ എന്താണ് പറയുക, സന്ദർഭം കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഹേ ബ്രഹ്മൻ, എന്താ അങ്ങയുടെ മുഖം വാടിയിരിക്കുന്നത്? എന്തൊരു വിചാരത്താലാണ് ദുഃഖിക്കുന്നത്? ഏതു ദിക്കിലേക്കാണ് അങ്ങ് ഇത്ര വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ഏതു ദിക്കിൽ നിന്നാണ് ഇവിടെ വന്നെത്തിയത്? അതായത് നിങ്ങൾ എവിടുന്നാണ് വരണത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് സനകാദികൾ നാരദരോട് ചോദിച്ചത്. അപ്പോൾ ഇനി അടുത്ത ശ്ലോകം 26. ഇദാനീം ശൂന്യചിത്തോ അസി ഗതവിത്തോ യഥാ ജനാ തപ്തവേദം മുക്തസംഗസ്യ ന ഉചിതം വദ കാരണം. ഇദാനീം ശൂന്യചിത്തോ അസി ഗതവിത്തോ യഥാ ജന തവേദം മുക്തസംഗസ്യ ന ഉചിതം വദ കാരണം. അവിടെ നോചിതം എന്നാണ്. നോചിതം എന്ന് വായിച്ചാൽ ശരിയാവില്ല. ഇതിലുള്ളല്ലേ വായിക്കേണ്ട രാജേട്ടാ, ചോദിക്കരുത്. ന ഉചിതം, നോചിതം. അത് അണ്ടർസ്റ്റുഡാണ്, മനസ്സിലായില്ലേ? അപ്പോഴാണ് മറ്റുള്ളവർക്ക് മനസ്സിലാവുക. ആർക്ക്? ഇത് മനസ്സിലാക്കിയിട്ടുള്ളവർ, ഈ വായിക്കുന്നവർക്ക് ഇത് മനസ്സിലായിട്ടുണ്ട്. നോചിതം എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും, അവർക്കിത് മനസ്സിലായിട്ടില്ല എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഈ സ്ഥിതി ഇതൊക്കെ തന്നെയായിരുന്നു. പിന്നെ നിത്യാഭ്യാസി ആനെടുക്കും എന്നുള്ള ഇതിൽ നമ്മൾ കുറേ ഇങ്ങനെ ശ്രമിക്കുക. ഇതല്ലാണ്ട് വേറെ ശരണമില്ല എന്ന് നമ്മൾക്ക് വന്നാൽ ഇത് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ പഠിക്കാൻ സമയമായിട്ടില്ല. ഇതാരാ നിയന്ത്രിക്കണത്? അവരവരുടെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ആത്മചൈതന്യത്തിൻ്റെ പ്രഭാവം. നമ്മുടെ സമയം നന്നായാലേ ഭാഗവതം പഠിക്കാൻ പറ്റുള്ളൂ, മനസ്സിലായില്ലേ? അപ്പോൾ ഒരാൾക്ക് ഭാഗവതം പറഞ്ഞിട്ടും പഠിക്കാറായിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ദുഃഖിക്കരുത്. കാരണം ഈശ്വരനെ നമുക്ക് ചോദ്യം ചെയ്യാനുള്ള അധികാരമില്ല. അപ്പം നോചിതം നോ ഉചിതം വദ കാരണം. ഇനി അതിൻ്റെ വാക്കാർത്ഥം നോക്കാം. ഇദാനീം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ. ഗതവിത്ത ജന യഥാ. ഗതവിത്ത അവിടെ കോളനാണ്. അപ്പോൾ യഥവിത്ത എന്താണ് പറയുക, യഥവിത്ത ജനഹ യഥാ എന്നൊക്കെയാണ് സംസ്കൃതത്തിൽ പറയുക. അത് നമുക്ക് അത്രയൊന്നും പോണ്ട.
ധനം നശിച്ച ജനമെന്ന പോലെ ഗതവിത്ത ജന യഥ. അപ്പോൾ വിത്തം എന്ന് പറഞ്ഞാൽ സമ്പത്ത് എന്ന് അർത്ഥം പറയാം, വിദ്യയ്ക്കും സമ്പത്ത് എന്ന് പറയും. പക്ഷെ ഇവിടെ സംഗതി വശാൽ ധനം നശിച്ച ജനമെന്ന പോലെ ശൂന്യചിത്ത അശി, ശൂന്യമായ ചിത്തത്തോടു കൂടിയവനായിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ചിത്തം എന്ന് പറഞ്ഞാൽ ചിതാകാശ ഗുഹയിലാണ് ഈശ്വരൻ ഇരിക്കുന്നത്, ചിത്തസ്വരൂപൻ. അപ്പോൾ മനസ്സിൽ ഈശ്വരൻ ഇല്ലെന്ന് കാണുന്ന പോലെയായി എന്നർത്ഥമായി. മനസ്സിൽ ഈശ്വരൻ ഉണ്ടെങ്കിൽ മുഖത്തിനൊരു മുഖപ്രസാദം വേണം. മുഖപ്രസാദം ഇല്ലെങ്കിൽ അതിനർത്ഥം മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നാണ് പറയുക. മനസ്സിൽ എന്തെല്ലാം, അവിടെ സമുദ്രമാണെങ്കിൽ തിരമാലകളാണോ അത് മുഖത്ത് കാണും, അല്ല ശാന്തസമുദ്രമാണോ അത് മുഖത്ത് കാണും. അതിനാണല്ലോ ഈ നവഭവ ഭക്തി എന്ന് പറഞ്ഞ മാതിരി 9 തരം എന്താ പറയുക എക്സ്പ്രഷൻ ഉണ്ട്. ലജ്ജ, ബീഭത്സം, ഭയം, അല്ലേ, ആനന്ദം, ശൗര്യം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇവിടെ ഗതവിത്ത ജനായത, ധനം നശിച്ച ജനമെന്ന പോലെ ശൂന്യചിത്ത അസി, ശൂന്യമായ ചിത്തത്തോടു കൂടിയവനായിരിക്കുന്നു. പിന്നെ പറഞ്ഞു മുക്തസംഗസ്യ തവ, ഉപേക്ഷിക്കപ്പെട്ട സംഘത്തോടു കൂടിയ അങ്ങയ്ക്ക് ഈ പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. കാരണം എന്താ, തവ ഉപേക്ഷിക്കപ്പെട്ട സംഘത്തോടു കൂടിയവൻ. സംഘം എന്നുള്ളത് വേണ്ടെന്നാ. ആരായിട്ടും എക്സെപ്റ്റ് ഗോഡ്, അല്ലെങ്കിൽ ഈശ്വരീയത ഉള്ളവരായിട്ട് സംഘമാവാം. ഈശ്വരീയത ഇല്ലാത്തവരോട് സംഘം ചേർന്നാൽ നമ്മൾ ചിലപ്പോൾ വഴുതി നരകത്തിലേക്ക് പോയിന്ന് വരും. സ്വയം ഒരു കുഴി കുഴിച്ച് ആരും അതിൽ ചാടില്ല. കയറാൻ സാധിക്കുന്നുള്ളവരെ ഇല്ലേ, ചിലവരെ കിണറ്റിൽ നിന്ന് ഇറങ്ങുക, കിണറ്റിൽ നിന്ന് കയറുക. എങ്ങനെ, ചെറിയ കിണറാണെങ്കിൽ ഇടത് കാല് ഒരു ഭാഗത്ത് തട്ടും, വലത് കാല് വേറൊരു തട്ടും, അങ്ങനെ പടപടാന്ന് ഇറങ്ങുകയാണെങ്കിൽ ശരി. പാമ്പേരിയിൽ കാല് വെച്ച് ഒരു കാലൊരു പാമ്പേരിയിൽ വെച്ചാൽ അടുത്ത കാലം അടുത്ത താഴെയുള്ള പാമ്പേരിയിൽ വയ്ക്കുള്ളൂ, കയറ് കൂടെ ഇറങ്ങുമ്പോൾ. സ്പൈഡർമാൻ എന്ന് പറയും അവരേനൊക്കെ. അപ്പോൾ അതേപോലെ ഇവിടെ സംഘം പാടില്ല, നിസ്സംഗനായിരിക്കുക എല്ലാവരോടും. എന്നാലോ പുറമേ ബാഹ്യമായി നിസ്സംഗനായിട്ടിരിക്കുമ്പോഴാണ് ഉള്ളിൽ ഈശ്വരനായിട്ട് സംഘം ചേരാൻ പറ്റുള്ളൂ. എൻ്റെ പ്രവൃത്തി, എൻ്റെ സങ്കല്പം, എൻ്റെ സമാധാനം, ഇതൊക്കെ എനിക്ക് കിട്ടുന്നത് എൻ്റെ ഉള്ളിലുള്ള ചൈതന്യത്തിനോട് സംഘം അതിനാണ് സമാധി എന്ന് പറയുക, തുര്യാവസ്ഥ. പ്രയർ ചെറിയുമ്പോൾ കണ്ണ് ചിമ്പണത് എന്തിനാ, ബാഹ്യമുള്ള കാഴ്ചകൾ കാണരുത്. അപ്പോൾ എൻ്റെ ഇൻഡ്വെല്ലർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക, അകത്ത് വസിക്കുന്നവൻ, ഇൻഡ്വെല്ലർ. അപ്പോൾ ആ ഇൻഡ്വെല്ലറിനെയാണ് കൂടസ്ഥൻ എന്ന് പറഞ്ഞത്. കൂടസ്ഥൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ശരീരത്തിൽ ചെസ്റ്റിലുള്ള റിബ്സ് ഉണ്ട്, എല്ലുകൾ 2 ഭാഗത്തേക്കും, അതിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് കൂടസ്ഥനായിട്ട്. ചെറിയ ഇടിയോ വീഴ്ചയൊന്നും കൊണ്ടാലും എന്താണെന്ന് പറയുക, ഹൃദയം പഞ്ചറാവാൻ പാടില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞു അപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട സംഘത്തോടു കൂടിയ അങ്ങക്ക് ഇതം ന ഉചിതം, ഇത് യോഗ്യമല്ലാന്ന്. നമ്മൾക്കൊക്കെ ഒരു യോഗ്യത ഉണ്ട്. എന്താ യോഗ്യത? ഒരു ജനറലായിട്ട്, അല്ലെങ്കിൽ ഒരു എന്താണെന്ന് പറയുക, ഒരു ലക്ഷ്മണരേഖ, ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് നമുക്ക്. അതിനനുസരിച്ച് നമ്മൾ ജീവിക്കണം, വേണ്ടേ? മാനസികമായിട്ട്. അതാണ് അപ്പോൾ പറഞ്ഞു ഇതം ന ഉചിതം, ഇത് യോഗ്യമല്ല. കാരണം വധ, അതിൻ്റെ കാരണം പറയൂ. യോഗ്യമല്ലാത്ത മാനസികാവസ്ഥയോടുകൂടി കച്ചവടത്തിൽ കഷ്ടം വന്നവനെ പോലെ ഉദാസീനനായിട്ട് അങ്ങേ കാണപ്പെടുന്നു. അത് അങ്ങക്ക് യോഗ്യമല്ല. അതിനുള്ള കാരണം പറയൂ. അതാണ് അതിൻ്റെ അർത്ഥം വരിക. അപ്പോൾ ഇവിടെ അതിൽ ഒരു ഭാവാർത്ഥം കൂടി നമുക്ക് പറയാം. എന്താ? ധനഹീന സ്വസന്മൃത. ഒരു ആപ്തവാക്യം പറയാണ് നമ്മളെ മനസ്സിലാക്കാൻ. ധനഹീന, സമ്പത്തില്ലാത്തവൻ, സ്വസന്മൃത, ചത്തവനെ പോലെയാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഈ ധനഹീന എന്നുള്ളത്
സമ്പത്ത് എന്നും അർത്ഥമുണ്ട്, വിദ്യയെന്നുണ്ട്. ഇപ്പോൾ കോടീശ്വരനാണ്, വിദ്യ ഇല്ല വിചാരിക്കുക, സന്മാർഗനിരതനാവാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ കോടി കൊണ്ട് അയാൾക്ക് യാതൊരു ഉപകാരവും. അതാണ്. അപ്പോൾ വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന് പറയാൻ കാരണം എന്താ? വിദ്യയാകുന്ന ധനമാണ് ഏറ്റവും മികച്ചത്. അപ്പോൾ ഇവിടെ എന്താ പറയണത്? ധനഹീന സ്വസന്മൃത എന്ന ന്യായപ്രകാരം സകല മുതലും നശിച്ചിരിക്കുന്ന മനുഷ്യനെന്ന പോലെ ഇപ്പോൾ അങ്ങയുടെ ചിത്തം ശൂന്യമായിരിക്കുന്നുവല്ലോ. ചിത്തം ശൂന്യമായ പിന്നെ അങ്ങനത്തെ പറയാൻ പറ്റില്ല. ഗൃഹജനധനാദികളിലുള്ള ആസക്തിയെ വെളിഞ്ഞിരിക്കുന്ന അങ്ങയിൽ. അപ്പം നാരദർക്ക് വീടില്ല, സേവിങ് ഡിപ്പോസിറ്റോ അക്കൗണ്ടോ അല്ലെങ്കിൽ പിന്നെ വേറൊന്നുണ്ടല്ലോ, കറണ്ട് അക്കൗണ്ടോ ഒന്നുമില്ല, ഡിപ്പോസിറ്റ് ഇല്ല, വീടില്ല, പിന്നെ ബാങ്കില്ല, ധനമില്ല. അതാണ് ഗൃഹജന. പിന്നെ ഭാര്യയില്ല, കുട്ടികളില്ല. എവിടെ? ശ്രീമദ് ഭാഗവതത്തിൽ. ദേവി ഭാഗവതത്തിൽ അദ്ദേഹത്തിന് ഭാര്യയും കുട്ടികളും ഉണ്ടായിരുന്നു കുറച്ച് കാലം. ഭഗവാന്റെ മായ എന്താണെന്ന് അറിയാൻ വേണ്ടി ഭഗവാനോട് ചോദ്യം ചെയ്തു. അപ്പം ഭാര്യയും കുട്ടികളുള്ളവരൊക്കെ ആരാ? മായയിൽ കുടുങ്ങിയിട്ടുള്ള ആൾക്കാരാ. എന്നാൽ എന്താ പറയുക, ഡിറ്റാച്ച്മെൻറ്റ് ഇൻ അറ്റാച്ച്മെൻ്റ് എന്നൊരു പിന്നെ പ്രയോഗമുണ്ട്. അറ്റാച്ച്മെൻറ്റ്, ഡിറ്റാച്ച്മെൻറ്റ്, ഒന്നിൽ നിസ്സംഗത്തിൽ ജീവിക്കുക, അറ്റാച്ച്മെൻ്റ് ഉണ്ടായാൽ മതി. അതുകൊണ്ട് ഇവിടെ എന്താ പറഞ്ഞത്? ധനഹീന സ്വസന്മൃത എന്ന ന്യായപ്രകാരം സകല മുതലും നശിച്ചിരിക്കുന്ന മനുഷ്യനെന്ന പോലെ ഇപ്പോൾ അങ്ങയുടെ ചിത്തം ശൂന്യമായിരിക്കുന്നുവല്ലോ. ധനാദികളിലുള്ള ആസക്തിയെ വെടിഞ്ഞിരിക്കുന്ന അങ്ങയിൽ കാണപ്പെടുന്ന ഈ അവസ്ഥ യോഗ്യയായിരിക്കുന്നില്ല. അനുചിത ഭാവം ഉത്ഭവിപ്പാനുണ്ടായ കാരണം എന്തെന്ന് പറഞ്ഞാലും ഈ ആഖ്യാനം വായിക്കുമ്പോൾ നമ്മുടെ മലയാളം വളരെ സ്റ്റാൻഡേർഡ് കൂടും. കാരണം എന്താ? ഇവിടെ എന്താ പറഞ്ഞത്? അനുചിത ഭാവം എന്ന് പറഞ്ഞാൽ ഉചിത ഭാവം അല്ല എന്നർത്ഥം. ഉചിതം എന്ന് പറഞ്ഞാണ് ആഖ്യാനം വരുമ്പോൾ അനുചിതം, ഉചിതമല്ലാത്ത ഭാവം ഉത്ഭവിപ്പാനുണ്ടായ. അങ്ങയുടെ മനസ്സിൽ ഈ ഒരു വൈകല്യം വരണമെന്നുണ്ടെങ്കിൽ മനസ്സ് തളർന്നിട്ടുണ്ടായിരിക്കണം. മനസ്സ് തളർന്നാലാണ് മുഖം വാടുക. അപ്പോൾ പറഞ്ഞു, അനുചിത ഭാവം ഉത്ഭവിപ്പാനുണ്ടായ കാരണം എന്തെന്ന് പറഞ്ഞാൽ അത് ആരോടെ പറയാൻ പറ്റുള്ളൂ? അധികാരമുള്ളവരോടെ നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റുള്ളൂ. എവിടെന്നാണ് വരുന്നത്? തനിക്ക് എന്താ വേണ്ടത് ചോദിച്ചാൽ എന്താ പറയുക? എങ്ങോട്ടാ പോണേ? തന്നോട് എന്തിനാ പറഞ്ഞത് ചോദിച്ചാൽ എന്താ ചെയ്യുക? അപ്പോൾ ഇതൊക്കെ അവരവർ പറഞ്ഞാൽ കേൾക്കും, അവരവർക്ക് പറയാൻ അധികാരമുണ്ട് സ്നേഹത്തിൻ്റെ വഴിക്ക് എന്നൊക്കെ ഉള്ളവർക്കാണ് ഇതേമാതിരിയുള്ള സംവാദങ്ങളൊക്കെ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ 26ാമത്തെ ശ്ലോകമാണല്ലോ ഇപ്പോൾ കഴിഞ്ഞത്. ഇനിയൊരു 3 ശ്ലോകം ഒന്നായിട്ടാണ്. എന്താ വിചാരിച്ചാൽ അർത്ഥം പറയാനുള്ള സൗകര്യം, അല്ലെങ്കിൽ ഒരു പ്രത്യേക പിന്നെ കാര്യം പറഞ്ഞ് പ്രതിഫലിക്കണമെന്നുണ്ടെങ്കിൽ അത് ഒരു വാചകം കഴിഞ്ഞ അർത്ഥം പറഞ്ഞ കൂട്ടത്തിലല്ല. അപ്പോൾ ഇത് 3 ശ്ലോകം ഒപ്പമാണ് നിൽക്കുന്നത്. അത് അങ്ങനെ തന്നെ 3 ശ്ലോകം പറഞ്ഞിട്ട് അർത്ഥം പറയാം. നാരദ ഉവാച. ഋഷീശ്വരന്മാർ, സനകാദി ഋഷീശ്വരന്മാരോട് നാരദൻ മറുപടി പറയാണ്. നാരദ ഉവാച. ശ്ലോകം 27, 28, 29 വായിക്കാൻ പോണത്. അഹം തു പൃഥിവീം യാതോ ജ്ഞാത്വാ സർവോത്തമാം യിതി പുഷ്കരം ച പ്രയാഗം ച കാശീം ഗോദാവരീം തഥാ. ഹരിക്ഷേത്രം കുരുക്ഷേത്രം ശ്രീരംഗം സേതുബന്ധനം ഏവം മാദിഷു തീർത്ഥേഷു ഭ്രമമാണ ഇതസ്തദാ. അപശ്യം നാപശ്യം എന്നാണ് വാക്ക്. പക്ഷെ അത് വായിക്കുമ്പോൾ എങ്ങനെ വേണം? അപശ്യം അങ്ങനെ പ്രിൻ്റ് ചെയ്താൽ പോരെ? പറ്റില്ല. കാരണം സംസ്കൃതം കൂട്ടക്ഷര. സംസ്കൃതം പഠിച്ചവർക്ക് അറിയാം ഇതിങ്ങനെയാണ് വായിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ നാപശ്യം എന്നല്ല, അപശ്യം കുത്ര ചിർമ്മ
കുത്രചിത് ശർമ്മ മനഃസന്തോഷകാരകം കലിനാ ധർമ്മമിത്രേണ. കലിനാ അധർമ്മമിത്രേണ. കലിയിലെ അധർമ്മമിത്രങ്ങളാണ്. അധർമ്മമിത്രേണ ധരേയം ബാധിതാതുന. ആ ശ്ലോകങ്ങൾ ഒന്നുകൂടി പറയാം. അഹം തു പൃഥിവീം യാതോ ജ്ഞാത്വാ സർവോത്തമാം ഇതി. അതേമാതിരി അവിടെ സർവോത്തമാമിതി എന്നാണ് പ്രിൻറ്റിങ്. അപ്പോൾ അവിടെ സർവോത്തമാം ഇതി, സർവ ഉത്തമന്മാരും ഇങ്ങനെ. അപ്പോൾ സർവോത്തമാം അല്ലാണ്ട് സർവോത്തം ആമിതി എന്ന് പറഞ്ഞാൽ തെറ്റായി. അപ്പോൾ ഒരേ കാര്യം പറയണത് എല്ലാ സ്ഥലത്തും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സാന്ദർഭികമായിട്ടുള്ള അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് സർവോത്തമാം ഇതി, അതാണ് ശരി. പുഷ്കരം ച പ്രയാഗം ച കാശീം ഗോദാവരീം തഥാ ഹരിക്ഷേത്രം കുരുക്ഷേത്രം ശ്രീരംഗം സേതുബന്ധനം ഏവമാദിഷു തീർത്ഥേഷു ഭ്രമമാണയിതസ്തദാ ന അപശ്യം കുത്രചിത് ശർമ്മ മനഃസന്തോഷകാരകം കലിനാ അധർമ്മമിത്രേണ ധരേയം ബാധിതാധുന. ഈ ശ്ലോകങ്ങളുടെ അർത്ഥം പറയുന്നുണ്ട്. ഇവിടെ ഇതിന് എന്താണ് പറയുക, വാക്കാർത്ഥം പറഞ്ഞിട്ടില്ല. കാരണം ഇത് ഒരു ഭാവാർത്ഥം പറഞ്ഞാൽ അതിന് മനസ്സിലാവും. അതുകൊണ്ടാണ് ആഖ്യാനകാരൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഭൂലോകം, അപ്പം നാരദർ പറഞ്ഞു ഭൂലോകം മറ്റുള്ള ലോകങ്ങളിൽ വെച്ച് ഉത്തമ ലോകമെന്നുള്ള വിചാരത്തോടു കൂടെ ഏതൊക്കെ അല്ലേ 14 ലോകങ്ങളുണ്ടല്ലോ, അതിൽ ഉത്തമ ഏതാ? ഭൂലോക, സ്വർഗമല്ല. കാരണം അവിടെ നമ്മൾ സമ്പാദിച്ച പുണ്യം നശിച്ചാൽ വീണ്ടും ഭൂലോകത്തേക്ക് തന്നെ വരണം പുണ്യം സമ്പാദിക്കാൻ. സമ്പാദിച്ച പുണ്യം ചെലവഴിക്കാനുള്ള സ്ഥലമാണ് സ്വർഗം. അതുകൊണ്ടാണ് സ്വർഗപ്രാപ്തി ആയിരിക്കരുത് നമ്മുടെ ഉദ്ദേശം. പക്ഷെ ചക്രവർത്തിമാരൊക്കെ അശ്വമേധയാഗങ്ങൾ ചെയ്തിരുന്നത് സ്വർഗത്തിലുള്ള ഭോഗങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അവരോട് വ്യാസഭഗവാൻ പറയുണ്ടായി, നിങ്ങൾ ഈ ചെയ്യണത് അധർമ്മമാണ്. അതുകൊണ്ടാണ് മഹാഭാരതം എഴുതിയിട്ടും വ്യാസഭഗവാന് സംതൃപ്തി ഉണ്ടായില്ല, ചിന്താവിഷ്ടനായിട്ടിരിക്കുകയാണ്. അപ്പോൾ നാരദർ ആണ് പറഞ്ഞത്, എന്താ അങ്ങയ്ക്ക് ഇത്ര ചിന്ത? അപ്പോഴാണ് പറഞ്ഞത്, എനിക്ക് മനസ്സമാധാനം കിട്ടണില്ല. എന്നൊരു കാര്യം ചെയ്യാം, അങ്ങ് 1.25 ലക്ഷം ശ്ലോകങ്ങളുള്ള മഹാഭാരതം എഴുതി. പക്ഷേ അതിൽ ലൗകികമായിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങ് വിവരിച്ചത്. രാജാക്കന്മാരുടെ രാജഭരണം, ഇനി ഈശ്വരനെ സംബന്ധിച്ച കാര്യങ്ങൾ എഴുതും പറഞ്ഞിട്ടാണ് ഭഗവാനെ പറ്റി പറഞ്ഞതും ഭഗവാനാൽ പറഞ്ഞതുമായുള്ള ഭാഗവതം എഴുതിയത്. അതുകൊണ്ടാണ് ഭാഗവതം ദശലക്ഷണം ഉള്ളതാണ്, 10 ലക്ഷണങ്ങളും തികഞ്ഞതാണ്. അതുകൊണ്ടാണ് ഭാഗവതം ഈ ജന്മത്ത് അഭ്യസിച്ചാൽ തന്നെ നമ്മൾക്ക് എന്ത് കിട്ടും? മോക്ഷം കിട്ടുമെന്ന് അസന്നിഗ്ധമായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്താ പറയാൻ കാരണം? ഭൂലോകം മറ്റുള്ള ലോകങ്ങളിൽ വെച്ച ഉത്തമ ലോകമെന്നുള്ള വിചാരത്തോടുകൂടെ ഞാൻ ഭൂമിയിൽ പ്രവേശിച്ചു. പുഷ്കരം, പ്രയാഗം, കാശി, ഗോദാവരി, ഹരിക്ഷേത്രം, ഹരിക്ഷേത്രം, കുരുക്ഷേത്രം, ശ്രീരംഗം, രാമസേതു മുതലായ തീർത്ഥസ്ഥലങ്ങളിൽ പലയിടത്തും സഞ്ചരിച്ചു. ഒരിടത്തും മനസ്സന്തോഷകാരണമായിരിക്കുന്ന സുഖമുള്ളതായിട്ട് ഞാൻ കണ്ടില്ല എന്നാണ്. അപ്പം എന്തായി? നാരദർ പോയ കൂട്ടത്തിൽ തന്നെയാണ് നമ്മളും പോണത്. ഭൂമിയിൽ വന്നത് ഈ പറയപ്പെട്ട മഹാസ്നാനഘട്ടങ്ങൾ, തീർത്ഥസ്ഥാനങ്ങളിൽ പോകണമെന്നാണ് പറഞ്ഞത്. അവിടെ പോയാട്ടും കളങ്കമുള്ള മനസ്സിന്, ഭക്തി ഇല്ലാത്ത മനസ്സിന് സന്തോഷം ഉണ്ടാവില്ല എന്നാണ്. അതിന് കാരണം പറയുന്നുണ്ട്. സന്തോഷം ഇല്ലാതെണ്ടിരിക്കാൻ അല്ലെങ്കിൽ ഭക്തി ഇല്ലാണ്ടിരിക്കാനുള്ള കാരണം എന്താ? ഭക്തിക്ക് വേണ്ടിയിട്ട് നമ്മളൊന്നും ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ഒന്നുകൂടി പറയാം. പുഷ്കരം, പ്രയാഗം, കാശി, ഗോദാവരി, ഹരിക്ഷേത്രം, കുരുക്ഷേത്രം, ശ്രീരംഗം, രാമസേതു മുതലായ തീർത്ഥസ്ഥലങ്ങളിൽ പലയിടത്തും സഞ്ചരിച്ചു. ഒരിടത്തും മനസ്സന്തോഷ കാരണമായിരിക്കുന്ന സുഖമുള്ളതായിട്ട് ഞാൻ കണ്ടില്ല.
അധർമ്മത്തിൻ്റെ ബന്ധുവായ, അതാണ് അധർമ്മം എന്ന് വായിക്കണം, അധർമ്മത്തിൻ്റെ ബന്ധുവായ കലിയുഗം ഇപ്പോൾ ഭൂമിയെ ബാധിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് സന്തോഷം ഉണ്ടാകാത്തതെന്നാണ്. കലി ബാധിച്ചാൽ, അപ്പോൾ ഈ കലിയുഗത്തിലെ കലി ബാധിക്കാതെ ഇരിക്കാൻ എന്ത് വേണം? കലിസന്ധരണ ഉപനിഷത്ത് ജപിക്കണം. അതാണ് ഈ ഭാഗവതം. ഈ ഭാഗവതം പഠിച്ചതിൻ്റെ അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതിൻ്റെ ഒരു ഹസ്രരൂപമാണ് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന കലിസന്ധരണ ഉപനിഷത്താണ്. ഇത് ഉപനിഷത്താണ്. പക്ഷേ അതിൽ നാരായണീയത്തിനെ പോലെ കടിച്ചാൽ പൊട്ടാത്ത ശബ്ദങ്ങളില്ല. അതുകൊണ്ട് പൊതുജനങ്ങൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അതിലൊരു ഭ്രമം വരില്ല. സാരമില്ല, നമ്മൾക്ക് കഠിനമായ പദങ്ങൾ അർത്ഥം അറിയാതെ കണ്ടാണെങ്കിലും കയറി പിടിക്കുക. അങ്ങനെയാണ് ഈ നാരായണത്തിന് പ്രചാരം ഉണ്ടായത്. മനസ്സിലായില്ലേ? അറിവില്ലാത്ത ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തു എന്ന് വേണം എൻ്റെ ഇതിൽ പറയാൻ. കാരണം ഭാഗവതം എന്നുള്ളത് അനാദികാലം മുതൽക്കുള്ളതാണ്. അതിനെ വിട്ടിട്ട് ഒരു 4-4.5 നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു ഗ്രന്ഥമാണ് ശരി. അത് ഭാഗവതത്തിൻ്റെ തനി പകർപ്പാണ്. വ്യാസരേക്കാൾ വലിയ ആളാണ് നാരായണ ഭട്ടതിരി എന്നൊക്കെ മനസ്സിലാക്കിയാൽ മോശമാണ്. എല്ലാവരും ഈശ്വരാംശജരാണ്. അദ്ദേഹത്തിൻ്റെ കഴിവ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നാരായണീയം എഴുതി. അപ്പോൾ ഈ ജാതി വ്യവസ്ഥയുടെ ഒരു പോരായ്മയാണ് ബ്രാഹ്മണർ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ഭാഗവതം വായിക്കില്ല. കാരണം അത് അവർക്ക് മോശമാണ്. എന്നാൽ നാരായണ ഭട്ടതിരിക്ക് ആ ക്ലാസ് കോൺഷ്യസ് ഉണ്ടായിട്ടില്ല. അദ്ദേഹം തനിക്ക് ഉപാസിക്കാൻ എങ്ങനെ ഉപാസിക്കണമെന്നുള്ളത് അന്ന് ഏതെങ്കിലും ഒരു മനയിൽ പോയിട്ട് ഒരു നമ്പൂതിരിയോടല്ല ചോദിച്ചത്. കാരണം എന്താ? മുറ്റത്തെ മുള്ളിക്ക് മണം ഉണ്ടാവണം വിചാരിച്ചിട്ടാണ്. തൻ്റെ നാട്ടിലുള്ള പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ. അപ്പോൾ ഗുരുവായൂരിൽ എന്തുകൊണ്ടാണ് നാരായണ ഭട്ടതിരിക്ക് വലിയ ഒരു സ്മാരകം ഉണ്ടായി? തുഞ്ചത്തെഴുത്തച്ഛന്, അദ്ദേഹത്തിൻ്റെ ഗുരുസ്ഥാനീയനായ തുഞ്ചത്തെഴുത്തച്ഛന് എന്തുകൊണ്ട് ഒരു സ്ഥാനം ഉണ്ടായില്ല എന്ന് നിങ്ങളുടെ മനസ്സിൽ ഇതേവരെ തോന്നിയിട്ടില്ലെങ്കിൽ അതിന് കാരണം ഇപ്പോഴും നമ്മൾക്ക് ഈ ജാതി വ്യവസ്ഥയോട് വലിയ ഒരു ആക്രാന്തമുണ്ട്. നമ്പൂരി അല്ലേ? ആരാണ് സപ്താഹം ചെയ്യുന്നത്? ഞാൻ ഒരു സോഷ്യൽ ക്രിട്ടിക്കാണ്, അതുകൊണ്ട് പറഞ്ഞതെന്ന് മാത്രം. അപ്പോൾ അധർമ്മത്തിൻ്റെ ബന്ധുവായ കലിയുഗം ഇപ്പോൾ ഭൂമിയെ ബാധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി 6 ശ്ലോകങ്ങൾ ഒന്നായിട്ടാണ് പറയണത്. അത് അതിൽ കുറച്ച് വാക്കാർത്ഥം പറഞ്ഞിട്ടുണ്ട്. അത് പറയാം. 6 ശ്ലോകം വായിക്കാം. ഒരു മണിക്കൂറിൽ എന്തായാലും ഇത് നമുക്ക് കഴിയും വേണ്ടേ? അപ്പോൾ 30ാമത്തെ ശ്ലോകം പറയുന്നു. സത്യം നാസ്തി തപശൗചം ദയാദാനം ന വിദ്യത്തെ ഉദരം ഭരിണോ ജീവാ വരാഗ കൂടഭാഷിണാം മന്ദാ സുമന്ദമതയോ മന്ദഭാഗ്യാഹ്യുപദ്രുതാ പാഖണ്ഡനിരതാ സന്തോ വിരക്ത സപരിഗ്രഹാം തരുണീ പ്രഭുതാ ഗേഹേ ശാലകോ ബുദ്ധിദായക കന്യായ വിക്രയോ ലോഭാത് ദമ്പതീനാം ച കൽക്കനം ആശ്രമ യവനേ രുദ്ധാസ്തീർത്ഥാനി സരിതസ്തഥാ ദേവതായതനാന്യത്ര ദുഷ്ടൈ നഷ്ടാനി ഭൂരിശാം ന യോഗി നൈവ സിദ്ധോ വാ ന ജ്ഞാനി സത്ക്രിയോ നരം കലിതാവാനലേനാധ്യ സാധനം ഭസ്മതാം ഗതം അട്ടശൂലാ ജനപദാ ശിവശൂലാ ദ്വിജാതയാ കാമിന്യ കേശശൂലിന്യ സംഭവന്തി കലാവിഹ. ഇങ്ങനെ 6 ശ്ലോകം ഒന്നായിട്ടാണ്. ഒരു പ്രാവശ്യം കൂടി വായിക്കാം, താല്പര്യമുള്ളവർ കേട്ടോട്ടെ.
സത്യം നാസ്തി തപശൗചം ദയാദാനം ന വിദ്യതേ ഉദരം ഭരിണോ ജീവാ വരാഗ കൂടഭാഷിണ മന്ദ സുമന്ദമതയോ മന്ദഭാഗ്യാഹ്യുപദ്രുത പാഖണ്ഡനിരതാ സന്ധോ വിരക്താ സപരിഗ്രഹ തരുണീ പ്രബുധാ ഗേഹേ ശാലകോ ബുദ്ധിദായക കന്യായാ വിക്രയോ ലോഭാത് ദമ്പതീനാം ച കൽക്കനം ആശ്രമായവനീരുദ്ധാസ്തീർത്ഥാനി സരിതസ്തഥാ ദേവതായതനാന്യത്ര ദുഷ്ടൈ നഷ്ടാനി ഭൂരിശ ന യോഗി നൈവ സിദ്ധോ വാ ന ജ്ഞാനി സത്ക്രിയോ നരാം കലിതാവാനലേനാദ്യ സാധനം ഭസ്മതാം ഗതം അട്ടശൂലാ ജനപദാ ശിവശൂലാദ്വിജാതയാ കാമിന്യ കേശശൂലിന്യ സംഭവന്തി കലാവിഹ. ഈ 6 ശ്ലോകത്തിൽ പ്രധാനപ്പെട്ട വാക്കുകളുടെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചിലപ്പോൾ ചില കൺജങ്ഷൻ അത് ഇതിൻ്റെ മുമ്പ് വന്നിട്ടുള്ളതാവുക കാരണം ചിലത് വിട്ടിട്ടുണ്ടാവും. അപ്പം നോക്കാം. ഉദരം ഭരിണ ഒരു വാക്കുണ്ട് അതിൽ. ആ ഉദരം ഭരിണ എന്നുള്ളതിന് ഉദരത്തെ ഭരിക്കുന്നവൻ, വയറിന് വേണ്ടി ജീവിക്കാൻ. അതായത് ദർ ഈസ് എ പ്രോവർബ്. എന്താണ്? നമ്മൾ ഊണ് കഴിക്കാൻ വേണ്ടി ജീവിക്കരുത്, ജീവിക്കാൻ വേണ്ടി ഊണ് കഴിക്കണം എന്നാ. ജീവൻ കടക്കാനുള്ള ആഹാരം കഴിക്കാൻ പാടുള്ളൂ. ഇന്നത്തെ അമിതവണ്ണം, പ്രമേയം, പൊട്ടത്തടി ഇല്ലേ, ഇതിനൊക്കെ കാരണം എന്താ എന്ന് ചോദിച്ചാൽ മിതാഹാരം ശീലിച്ചില്ല നമ്മൾ. ഈ ഭാഗവതമൊക്കെ 8, 10, 12 വയസ്സിൽ നമ്മൾ ശീലിച്ചില്ല. കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ മുതിർന്ന് വയ്യാവേലികളൊക്കെ ആവുമ്പോഴാണ് നമ്മൾക്ക് ഭക്തി ഉണ്ടാവണം തോന്നണത്. അപ്പോൾ സത്യത്തിൽ ബാല്യാവസ്ഥയിൽ ഞാൻ ഈ 8, 10, 12 എന്ന് കുറച്ചുകൂടി മോഡറേറ്റ് ആയിട്ട് പറഞ്ഞതാണ്. ശരിക്കും പറഞ്ഞാൽ ഹരിശ്രീ എഴുതാൻ പഠിക്കണം നമ്മൾ 5-ാം വയസ്സ് 6-ാം വയസ്സിലാണ്. അപ്പം തന്നെ തുടങ്ങണമെന്നാ. എന്നാൽ രക്ഷപ്പെട്ടു. 6, 8, 10 വയസ്സിൽ പഠിച്ചാൽ രക്ഷപ്പെട്ടു. അപ്പോൾ എന്തോ ആവട്ടെ. അപ്പോൾ ഉദരം ഭരിണ, ഉദരത്തെ ഭരിക്കുന്നവൻ. വയറ്റിപ്പഴുപ്പിന് വേണ്ടി ഭാഗവതം പറയരുത് എന്ന് ഉള്ളത് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ഗുരുനാഥൻ എന്നെ മനസ്സിലാക്കിച്ചത് ഇതിൻ്റെ അർത്ഥം പറഞ്ഞിട്ടാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരു 10-30 കൊല്ലമായിട്ട് ഭാഗവത സപ്താഹത്തിന് ഈ അധ്യായങ്ങൾ അർത്ഥം പറയില്ല, ഒരാളും പറയില്ല. ഒരു സപ്താഹത്തിലും പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരെ ഇതിനർത്ഥം പറയില്ല. കാരണം എന്താ? ഇത് പറഞ്ഞാൽ ആ നാട്ടിലെ ആൾക്കാർ നേരാവും. അവർ ഭാഗവതം പഠിച്ചാൽ പിന്നെ ഇത് ആദ്യത്തെ സപ്താഹം കഴിച്ച ആളോ വേറെ ആൾക്കാരെയോ കമ്മിറ്റിക്കാർക്ക് വിളിക്കേണ്ട ആവശ്യം വരില്ല. ഇവിടെയാണ് പ്രൊഫഷണൽസും അമേച്ചറിസും കൂടിയുള്ള വ്യത്യാസം. എൻ്റെ ഉദ്ദേശം എന്താ? നിങ്ങളൊക്കെ എൻ്റെ സഹോദരന്മാരാണ്. ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഞാൻ പറയണതിൽ വിശ്വാസമില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. എനിക്ക് അപ്പോഴും നിങ്ങൾ സഹോദരന്മാരാണ്. അപ്പോൾ നിങ്ങൾ രക്ഷപ്പെടണം. എന്നാൽ എനിക്കെന്താ ലാഭം? നിങ്ങൾ ആനന്ദിക്കുന്ന സന്തോഷം നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമില്ലെങ്കിലും നിങ്ങളുടെ സന്തോഷത്തിൽ 6-1 കിക്ക് ബാക്ക് ഭഗവാൻ എൻ്റെ അക്കൗണ്ടിലിടും. ഏത് അക്കൗണ്ടിൽ? ആധ്യാത്മിക അക്കൗണ്ടിൽ. നിങ്ങളുടെ ആധ്യാത്മിക അക്കൗണ്ട് വർദ്ധിക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടും. പക്ഷേ ഭാഗവതത്തിൻ്റെ മാധ്യമത്തിൽ നിങ്ങളെ അപ്രൈറ്റായിട്ട്, അതായത് സ്വതസിദ്ധമായ രീതിയിൽ തല സ്വന്തം ഷോൾഡറിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു ഭക്തിയുടെ പ്രഭാവം ഉണ്ടായാൽ ഈശ്വരൻ നിങ്ങൾ അനുഭവിക്കുന്ന ആനന്ദത്തിൻ്റെ 6-1 എനിക്ക് തരും. അതൊരു ശാസ്ത്രീയ സത്യമാണ്. ഈ PVC പൈപ്പുകൾ വന്ന് വെള്ളം കൊണ്ടുപോകുന്നതിൻ്റെ മുമ്പേ ചാല് കീറിയിട്ടാണ് വെള്ളം കൊണ്ടുപോയിരുന്നത്. ചാല് കീറിയിട്ട് വെള്ളം കൊണ്ടുപോകുമ്പോൾ കുറേ വെള്ളം, ആദ്യമുള്ള വെള്ളം മണ്ണിൽ ഇറങ്ങിയതിൻ്റെ ശേഷം എക്സസ് ഫോഴ്സ് വരുമ്പോൾ മാത്രമേ വെള്ളം മുമ്പിലേക്ക് പോവുള്ളൂ. അപ്പോൾ ആ ചാലിൽ
ഉള്ള വെള്ളം നമ്മൾ നനയ്ക്കാൻ വേണ്ടിയിട്ടല്ല, വൃക്ഷങ്ങൾ തെങ്ങും കവുങ്ങും നനയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിയെ നനച്ച് പോകുന്ന പോലെ നിങ്ങൾക്ക് അഭിവൃദ്ധി, ആധ്യാത്മിക അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ ആറിലൊന്നും എനിക്ക് കിട്ടും. ഇതാണ് ഇതിൻ്റെ ട്രിക്ക്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ഉദരം ഭരിണ, പിന്നെ വരാകാഹ, നിസ്സാരന്മാരാവാൻ പാടില്ല. സാരമുള്ളവനാവണം. ജീവിതത്തിൽ നമ്മൾ സമ്പത്തുണ്ടെങ്കിലും നിസ്സാരന്മാരായിട്ടാണ് ആര് കണക്കാക്കുക? പണ്ഡിതന്മാർ. പണ്ഡിത സമദർശന, അതവിടെ നിൽക്കട്ടെ. അവരെ പഠിച്ചവനെയും പഠിക്കാത്തവനെയും ഒരേപോലെ കാണണം എന്നുള്ളതാണ്. പക്ഷേ ഒരു കാര്യം അറിവുള്ളവരോടല്ല നമ്മൾ ചോദിക്കുക, നിസ്സാരന്മാരോട് ചോദിക്കുമോ? ഇല്ല. അപ്പോൾ നമ്മൾ നിസ്സാരന്മാരാവരുത്. വരാകാഹ, കൂടഭാഷിണ, കളവ് പറയുന്നവരാവരുത്. നിസ്സാരന്മാരാവരുത്, കളവ് പറയുന്നവർ. കൂടഭാഷിണ, സ്വകാര്യം പറയരുത്. പ്രത്യേകിച്ച് ഒരു 10 ആൾ കൂടെ നിൽക്കുമ്പോൾ ഒരാളെ വിളിച്ച് ദൂരത്ത് പോയിട്ട് ഒന്നും പറയാൻ പാടില്ല. അതൊരു സോഷ്യൽ ഇൻജസ്റ്റിസാണ്. ബാക്കി 8 ആളെ നിരാകരിക്കണ കൂടുതലാണ്. അപമര്യാദ എന്നാ പറയാം. അപ്പോൾ കൂടഭാഷിണ, കളവ് പറയുന്നവനാവരുത്. ഉപദ്രുതാഹ, ഉപദ്രവിക്കപ്പെടുന്നവരാവരുത്. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരെ ഭാഗവതം വായിച്ചിട്ട് കാര്യമില്ല. അച്ഛനമ്മമാരുടെ സ്വത്തിന് വിഹിതം കിട്ടിയില്ല എന്ന് ശണ്ട കൂടുന്നവർ ഭാഗവതം വായിച്ചിട്ട് യാതൊരു കാര്യമില്ല. അതാണ് ഉപദ്രുതാഹ, ഉപദ്രവിക്കപ്പെടുന്നവരാവരുത്. പാഖണ്ഡനിരത, വേദവിരുദ്ധ മാർഗത്തിൽ തൽപരന്മാർ എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. വേദമാർഗ തൽപരന്മാർ, വേദവിരുദ്ധ മാർഗത്തിൽ തൽപരന്മാർ. എന്തിനാണ് താല്പര്യം? വേദത്തിലല്ല, വേദത്തിൽ പറഞ്ഞ കാര്യങ്ങളെ പോലെ ജീവിക്കണം എന്നല്ല, വേദത്തിന് വിരുദ്ധമായിട്ടുള്ള താല്പര്യം. അതാണ് പാഖണ്ഡനിരത. പാഖണ്ഡന്മാരെന്ന് പറഞ്ഞാൽ മദ്യവും മാംസവും കഴിക്കുന്നവർ, സ്ത്രീ സേവ ചെയ്യണവരെന്ന് അർത്ഥം പറയണം. അത് വേദവിരുദ്ധമാണ്. ഇത് സാധാരണക്കാർക്ക് അറിയണില്ല, സാധാരണക്കാരെ പറഞ്ഞ് ബോധിപ്പിക്കണില്ല ആചാര്യന്മാർ. ഇപ്പം ചിലവർ നമ്മൾ പൂരാണെങ്കിലും, ഭഗവതിയുടെ പൂരം താലിപ്പൊലിയാണെങ്കിലും വീട്ടിൽ മദ്യവും മാംസവും കഴിക്കുന്നുണ്ട്. അത് നമ്മൾ ആചാരമായിട്ട് സ്വീകരിക്കുകയാണ്. പണ്ട് ഈ ഭക്തിക്ക് പല പ്രഭാവങ്ങളുണ്ട്. എല്ലാറ്റിനും ഉത്തമം, മധ്യമം, അധമം എന്നുള്ള പാരാമീറ്റർ ഉണ്ട്. അത് ഞങ്ങൾക്ക് ബാധകമല്ല, ഞങ്ങൾക്ക് പണ്ട് തന്നെ വിധിച്ചിട്ടുള്ളതാണ്. അത് പറഞ്ഞാൽ അർത്ഥമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് വേദവിരുദ്ധന്മാർ. വേദത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് അഹിംസ പരമോ ധർമ്മ. ഈശ്വരപ്രാപ്തിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് രണ്ടും നമ്മൾ ചെയ്യണില്ല. അഹിംസ പരമോ ധർമ്മ നമ്മൾ കൂട്ടാകണില്ല, നമ്മൾ ഹിംസിക്കുകയാണ് ചെയ്യണത്. അതുകൊണ്ടാണ് ഞാൻ കുറേ കൂടി ക്രിട്ടിക്കാവണത്. എന്തുകൊണ്ടാണ് സമൂഹത്തിലുള്ളവർ നേരാവാത്തത്? എന്തുകൊണ്ട് ആചാര്യന്മാർ ഇത് വിളിച്ച് പറയണില്ല? അപ്പോൾ ഞാൻ ഒറ്റപ്പെട്ടു പോയാൽ എനിക്ക് പ്രശ്നമില്ല. ഈശ്വരൻ എനിക്ക് നല്ല മനസ്സിന് സ്ഥിരത തന്നിട്ടുണ്ട്, സ്ഥിതപ്രജ്ഞ. പിന്നെ എനിക്ക് ഉദരംഭരനായിട്ട് ഈ വേദമാർഗത്തെ വിറ്റ് കാശാക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ പബ്ലിക്കായിട്ട് റേച്വൽസ് ആകുന്ന സപ്താഹങ്ങൾക്ക്, നവാഹത്തിന്, 11 ദിവസത്തെ ഏകാദശാഹത്തിന് പോക്ക് നിർത്തി. അപ്പോൾ ഇവിടെ വേദവിരുദ്ധ മാർഗത്തിൽ തൽപരന്മാർ, സപരിഗ്രഹ, ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചവർ, പ്രത്യേകിച്ചും ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചവർ, സപരിഗ്രഹ, വിരക്ത, വിഷയവിമുഖന്മാരാവണം. കുറേ കാലം കഴിയുമ്പോൾ അല്ലേ, അനർഹമായതൊന്നും സ്വീകരിക്കാതെ അർഹമായിട്ടുള്ള തന്നെ വിരക്താഹ, വിഷയവിമുഖന്മാരാവണം. ഗേഹേ, ഗൃഹത്തിൽ. തരുണീ പ്രഭുത, സ്ത്രീകൾക്ക് പ്രഭുത്വത്തോടു കൂടിയ നില വേണം. നമ്മൾ കൊടുക്കണം. വീട്ടിലെ സ്ത്രീകൾക്ക് അനുയോജ്യമായ അവസ്ഥ കൊടുക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഭാഗവതം പഠിക്കാത്തത്? ഭാഗവതം പഠിച്ചാൽ
ആണുങ്ങളും പെണ്ണുങ്ങളും ഈ ഇത് കാര്യം മനസ്സിലാക്കും. ഏത് ഗേഹേ ഗൃഹത്തിൽ തരുണീ പ്രഭുത്വ, സ്ത്രീകൾക്ക് പ്രഭുത്വത്തോടു കൂടിയ നില വേണം. പിന്നെയോ ശാലക, കോമാളി ആവരുത് എന്നർത്ഥം. ശാലക, കോമാളി ആവരുത്. ബുദ്ധിദായക, ബുദ്ധി ഉപദേശിക്കുന്നവനാവണം. ബുദ്ധിദായകന്മാരാണ് ഏറ്റവും പ്രധാനികൾ. ഞാൻ ചെയ്യണത് ബുദ്ധിദായകമാണ്. എന്താ? സദ്ബുദ്ധി ഉണ്ടാവാൻ ഈശ്വരോപാസന നിർബന്ധമാണ്. അതിന് കള്ളു കുടിക്കരുത്, മത്സ്യമാംസം കഴിക്കരുത്, സ്ത്രീ സേവ ചെയ്യരുത് എന്ന് പറയുന്ന ഭാഗവത ഭക്തദാസൻ ആരാണ്? ബുദ്ധിദായകനാണ്. എൻ്റെ പ്രമാണം എന്താ? ഈശ്വരൻ. ദാസോഹം തവ കേശവ, ഞാൻ ഭഗവാന്റെ ദാസനാണ്. ഞാൻ ഭാഗവത ഭക്തന്മാരുടെ ദാസനാണ്. അവർക്ക് വേണ്ടി ഏതറ്റവും ഞാൻ എൻ്റെ ബുദ്ധീനെ ഷെയർ ചെയ്യാൻ തൽപരനാണ്. എനിക്കെന്താ ലാഭം? എനിക്ക് എല്ലാം ലാഭമാണ്. അപ്പോൾ ബുദ്ധിദായക. കൽക്കനം, കലഹമുണ്ടാക്കാൻ പാടില്ല. കലഹമുണ്ടാക്കാൻ പാടില്ല. ദേവതായതന, ക്ഷേത്രങ്ങൾ എന്നർത്ഥം. ദേവതായതന, ക്ഷേത്രങ്ങൾ. ദാവാനല, കാട്ടുതീയ്, തീയിട്ട് നശിപ്പിക്കരുത്. എത്രയോ ക്ഷേത്രങ്ങൾ ഇപ്പോഴും പുനരുദ്ധരിക്കാൻ കിടക്കുകയാണ്. അത് ഒന്നാമത് നമ്മുടെ പിടിപ്പുകേട് കൊണ്ട് അന്യായപ്പെട്ടു പോവുകയാണ്. ഇപ്പോൾ കടപ്പറമ്പത്തുകാവ്, ഞാനും എന്നെ ഈ തുളസീദളം ചാനലിലേക്ക് ക്ഷണിച്ച കുട്ടി, എന്നെ സംബന്ധിച്ചോളം അവൾ കുട്ടിയാണ്. അവളും ഞാൻ ജന്മം കൊണ്ട് അവൾ കല്യാണം കഴിച്ച് വന്നവളാണ്. അപ്പോൾ ഈ കടപ്പറമ്പത്തുകാവിന് എത്രയോ ഭൂമി ഉണ്ടായിരുന്നു, എത്രയോ വലിയ പ്രദേശമായിരുന്നു. പക്ഷേ അതാത് കാലത്ത് സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ വേണ്ടി ക്ഷേത്രം ഭരിച്ചിരുന്നവരെ ക്ഷേത്രഭൂമികൾ അന്യാധീനപ്പെടുത്തി കൊടുത്തു. അവരതിൻ്റെ പാപം, അല്ലെങ്കിൽ അവരുടെ തലമുറകൾ പാപം അനുഭവിക്കും, ആരായാലും ശരി. അപ്പോൾ നമ്മൾ മറ്റ് മതക്കാരെ കുറ്റം പറയരുത് ഒരിക്കലും. സനാതനധർമ്മികൾ എല്ലാവരെയും ഉൾക്കൊള്ളണം. പക്ഷേ ആരെയും തലയ്ക്ക് മേലെ ഇരുന്ന് നിരങ്ങാൻ സമ്മതിക്കാനും പാടില്ല. അവരവരുടെ മതഗ്രന്ഥങ്ങൾ വായിക്കാൻ പാടില്ല, പഠനം ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ. ഹിന്ദുക്കൾ ചെയ്യാൻ പാടില്ല, മറ്റുള്ളവർക്ക് ആവാന്ന. അത് നമുക്ക് മനസ്സിലായിട്ടില്ല. കാരണം എന്താ? നമ്മൾ ഭാഗവതവും പഠിച്ചിട്ടില്ല, ബൈലോസും പഠിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾക്ക് 5 വർഷം കൂടുമ്പോൾ ഉണ്ടാകുന്ന വോട്ടവകാശം നമ്മൾ ദുരുപയോഗപ്പെടുത്തി. അതുകൊണ്ട് നമ്മൾ ആരായിപ്പെടുന്നു? ഈ ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിലുള്ള ഫണ്ടുകൾ ഗവൺമെൻറ്റിനാവാനും മറ്റുള്ളവരുടെ പാടില്ല എന്നും. അതൊരു ചിറ്റമ്മനയല്ലേ? അതൊക്കെയാണ് ഇത് പഠിച്ചാലത്തെ ഗുണം. അപ്പോൾ ഇത് പഠിപ്പിക്കുന്നവരെ നമ്മൾ തെറ്റായിട്ട് കണക്കാക്കുകയാണ്. നമ്മൾ ജനസംഘമെന്നോ RSS എന്നോ പറഞ്ഞിട്ട് നമ്മൾ നിരാകരിക്കുകയാണ്. അതല്ല. അപ്പോൾ ഇവിടെ കലഹമുണ്ടാവുക. ദേവതായതന, ക്ഷേത്രങ്ങൾ. ദാവാനല, കാട്ടുതീയ്. അട്ടം എന്ന് പറഞ്ഞാൽ അന്നം എന്ന അട്ടം. ശൂലം, അവിടെ പറഞ്ഞാൽ ഈ ശൂലം കൈ പിടിക്കുന്ന ശൂലല്ല, സംസ്കൃതത്തിൽ അർത്ഥവ്യത്യാസമുണ്ട്. വിക്രയം എന്നാണ്. ക്രയവിക്രയം ചെയ്യുക. കാശിന് ക്ഷേത്രങ്ങൾ വിൽക്കാൻ പാടില്ല എന്ന്. ക്ഷേത്ര സ്വത്തുക്കളെ അന്യാധീനപ്പെടുത്തരുത്. ശൂലം, വിക്രയം എന്നാണ്. ശിവം എന്ന് പറഞ്ഞാൽ വേദം എന്നാണ്. ശിവം എന്ന് പറഞ്ഞാൽ മംഗളം എന്നൊരർത്ഥമുണ്ട്. ശിവം എന്ന് പറഞ്ഞാൽ മംഗളം, മംഗളദായകനാണ് ശിവം. അഹം ശിവോഹം. എന്നെ ഒരു വ്യക്തി ദൂരത്ത് നിന്ന് നമസ്കരിക്കണം, അല്ലെങ്കിൽ നമസ്കാരം എന്ന് പറയണം. നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നമസ്കരിക്കണമെന്ന് അർത്ഥം. ഫോണിൽ ഹലോ നമസ്കാരം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ നമസ്കരിക്കണമെന്നാണ് അർത്ഥം. ഇത്ര ദൂരത്തുനിന്നോ? ഭാവത്തിൽ ഞാൻ നിങ്ങളെ ദൂരത്തുനിന്ന് നമസ്കരിക്കണം. നിങ്ങൾ വലിയൊരാൾ ഇല്ല, ആരും വലിയവരില്ല. വലിയവർ നമ്മുടെ ഉള്ളിലാണ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ വലിയവനായിരിക്കുന്ന ഈശ്വരൻ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ ഹലോ എന്ന് കേൾക്കുന്ന ആൾ, എൻ്റെ ഹലോ നമസ്കാരം എന്ന് കേൾക്കുന്ന ആൾ വലിയവനാണ്.
അവരുടെ ഉള്ളിൽ വലിയവനുണ്ട്. അത് ഞാൻ സാമാന്യമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഒരാളെ വിഷ് ചെയ്താൽ തിരിച്ച് വിഷ് ചെയ്യണം. ചില ആൾക്കാർ ചെയ്യില്ല. ഇപ്പോൾ ഒരു സ്വീപ്പർ, ഒരു ബോസ് വരുമ്പോൾ നമസ്കാരം എന്ന് പറഞ്ഞാൽ അയാൾ തല കെട്ടിയാൽ പോരാ, നമസ്കാരം എന്ന് പറയണം. അതാണ് അതിൻ്റെ ഔചിത്യം. ആ ഔചിത്യം നഷ്ടം വരുമ്പോൾ ആരാണ് പ്രതി അഭിവാദ്യം ചെയ്യാത്തത്, അവരുടെ പോസിറ്റീവ് എനർജി നശിക്കുകയാണ്. പോസിറ്റീവ് എനർജി കൂടാൻ കാരണം ജന്മാന്തര പുണ്യമാണ്. ആ ജന്മാന്തര പുണ്യമാകുന്ന പാത്രത്തിന് ഒരു ഓട്ട തുളച്ച് സൂചി പഞ്ചറാക്കുകയാണ് നമ്മൾ പ്രത്യവാദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ വീട്ടിലെ കുടുംബത്തിൽ തമ്മിൽ കലഹം എല്ലാവർക്കും ഉണ്ടാവും. ഭാര്യ ഭർത്താക്കന്മാരായിട്ട് കലഹം ഉണ്ടാവും. അപ്പോൾ ഒരാളെ വിളിക്കും. ഈ വിളിക്കണ ആൾ പെട്ടെന്ന് മറന്നുണ്ടാവും. പക്ഷേ കേൾക്കുന്ന ആൾ ഗൗരവക്കാരാണെങ്കിൽ ഒന്നും കൂടി വിളിക്കട്ടെ, ഞാൻ എന്നെ വിളിച്ചു, ഞാൻ കേട്ടില്ല. അപ്പം അങ്ങനൊരു നെഗറ്റിവിറ്റി ഉണ്ടാവുന്ന സംഭാഷണം ഒരു സ്ഥലത്ത് വരുമ്പോൾ ആ വീട്ടിൽ എന്തുണ്ടാവണോ, അധർമ്മം വരികയാണ്. അപ്പോൾ ഏത് പ്രതികൂല സാഹചര്യത്തിനെയും പോസിറ്റിവിറ്റി ആക്കാൻ സ്നേഹത്തിന് സാധിക്കും. സ്നേഹമായിട്ടുള്ളൊരു നോട്ടം, സ്നേഹമായിട്ടുള്ളൊരു സ്പർശം, സ്നേഹമായിട്ടുള്ളൊരു ആലിംഗനം, അത് ഡിവൈനായിരിക്കണം. അപ്പോഴാണ് ആത്മാവിനെ തണുപ്പിക്കാൻ, മനസ്സിനെ തണുപ്പിക്കാൻ ആർക്കേ സാധിക്കുള്ളൂ? സ്നേഹത്തിനെ സാധിക്കുള്ളൂ. സ്നേഹമസൃണമായ നോട്ടം, സ്നേഹമസൃണമായ വാക്കുകൾ, കെയറിങ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയും അതിന്. അപ്പോൾ ഇവിടെ ശൂലം എന്ന് പറഞ്ഞാൽ വിക്രയം, ശിവം എന്ന് പറഞ്ഞാൽ വേദം, കേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലമുടിയെന്നും അർത്ഥമുണ്ട്, ഭഗം എന്നൊരർത്ഥമുണ്ട്. എന്താ ഭഗം എന്ന് പറഞ്ഞാൽ? യോനി എന്നാണ് അർത്ഥം. ശ്രദ്ധിക്കണം. ഇതിപ്പോൾ നമ്മൾ തലകുത്തി നിന്നാൽ സപ്താഹത്തിൽ ഇപ്പോൾ ഇതൊന്നും കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ഭഗം എന്ന് പറഞ്ഞാൽ യോനി. അപ്പോൾ ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്താ? യോനിജനല്ലാത്തവൻ എന്നർത്ഥം പറയണം. ഭഗവാൻ ജനിച്ചവനല്ല. ഇതെവിടുന്ന് കിട്ടും നമുക്ക്? ഈ ഒരു തലം, ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഈ ഒരു വിദ്യ എവിടുന്ന് കിട്ടും? ലാഭമില്ലാത്ത കച്ചവടം ചെയ്യുന്നവരിൽ നിന്നേ കിട്ടുള്ളൂ. അപ്പോൾ ഭഗവാൻ ഭഗമില്ലാത്തവൻ, യോനിയില്ലാത്തവൻ, യോനിജനല്ലാത്തവൻ, എവർ എക്സിസ്റ്റിംഗ്, ആൾ പ്രിവൈഡിങ്, ആൾ മൈറ്റി. അത്രയും വാക്കുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞതൊക്കെ. അപ്പം ഈശ്വരൻ ജനിക്കണില്ല, വളരണില്ല, സ്ഥിതി ചെയ്യണില്ല, നരാചരകളെ ബാധിക്കണില്ല, മരിക്കണില്ല. അത് ഭഗവാൻ. നമ്മളോ യോനിജന്മാരാണ്, അമ്മ പ്രസവിച്ചുണ്ടായിട്ടുള്ളവരാണ്. അതുകൊണ്ട് നമ്മൾക്ക് എന്തുണ്ട്? നമ്മൾ ജനിക്കണു, നമ്മൾ വളരണു, സ്ഥിതി ചെയ്യണു, നരയ്ക്കണു, മരിക്കണു. ഭഗവാൻ എന്ന് പറഞ്ഞാൽ അതില്ലാത്തവൻ, ഭഗവതി. അപ്പോൾ ഭഗവതി എന്ന് പറഞ്ഞാൽ അവിടെ ഭദ്രകാളി വരില്ല, ഭദ്രകാളി ജനിച്ചതാണ്. ശക്തി സ്വരൂപിണിയായിരിക്കുന്ന ശക്തിയുടെ ദേവതേനെ ഭഗവതി എന്ന് പറയും. അപ്പോൾ എല്ലാ കൺസെപ്റ്റിനും വ്യത്യാസമുണ്ട്. അത് ഇപ്പം നമ്മൾക്ക് പ്രാർത്ഥനയ്ക്ക് ഫലമില്ലാത്ത വരാൻ കാരണം എന്താ? നമുക്ക് കൺസെപ്ച്വൽ വാല്യൂസ് ഇല്ല. ഇനി ഏതായാലും 58 മിനിറ്റായി. ഇതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞ് നിർത്താം. എന്താ ഭാവാർത്ഥം? കലിപ്രവേശം നിമിത്തം ഭൂലോകത്തിൽ കാണപ്പെടുന്ന ദോഷങ്ങളെ ശ്രീ നാരദമുനി സനൽകുമാരാദികളോട് വിസ്തരിച്ച് പറയാം. എന്തുകൊണ്ടാണ് എനിക്ക് മുഖത്തിന് സന്തോഷമില്ലാണ്ട് ഞാൻ നഷ്ടപ്രായക്കാരനായിട്ട് അങ്ങേക്ക് തോന്നണത്? ഭൂമിയിൽ കലി ബാധിച്ചു, അത് എന്നെ വിഷമിപ്പിക്കണം. അതാണ് മറ്റുള്ളവരുടെ ദുഃഖം ആരേനെ വേദനിപ്പിക്കുള്ളൂ? സാത്വിക ഗുണനിധികളോട്. അല്ലാണ്ട് അവർക്കത് നന്നായി, അങ്ങനല്ല. അപ്പോൾ എവിടുന്ന് വന്നു എന്നുള്ളതിനായി ഞാൻ ഭൂമിയിലേക്ക് വന്നു, ഞാൻ ദേവലോകത്തു നിന്ന് വന്നു. അപ്പോൾ ചോദ്യത്തിനൊക്കെ ഉത്തരമായി. അപ്പോൾ കലി പ്രവേശിക്ക കാരണം നിമിത്തം ഭൂലോകത്തിൽ കാണപ്പെടുന്ന ദോഷങ്ങളെ ശ്രീ നാരദമുനി സനൽകുമാരാദികളോട് വിസ്തരിച്ച് പറയണു.
സത്യം, തപസ്, ശൗചം, ദയ, ദാനം എന്നിവ ജനങ്ങളുടെ സമുദായത്തിൽ കാണപ്പെടുന്നില്ല. എന്തില്ല? തപസ്സിൽ സത്തില്ല. നുണയെ പറയൂ. തപസ്. എന്തിനാ തപസ്? ശരീരത്തിനെ തപിപ്പിക്കണം. അപ്പോഴാണ് ദോഷവസ്തുക്കൾ, സ്വർണം എങ്ങനെ നന്നാക്കുക? പത്രം മാറ്റി തങ്കാക്കി മാറ്റുക. അതിലുള്ള ചളി കളയാനാണ് അതിനെ തീയിലിട്ട് ഊതുന്നത്. അതേപോലെ ഏകാദശി, തിങ്കളാഴ്ച വ്രതം, അത് എന്തിനാ? ശരീരത്തിനെ തപിപ്പിക്കുക, ശരീരത്തിലുള്ള മാലിന്യങ്ങളെ പുറത്ത് തള്ളാൻ വേണ്ടിയിട്ടാണ്. ശരീരം സൂക്ഷിക്കണം. ശരീരം സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരു പ്രായം കഴിഞ്ഞാൽ ശരീരം സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ അപഖ്യാതികൾ വരും. എൻ്റെ ശരീരം നന്നായിരുന്ന നിങ്ങളെന്തിനാ അപഖ്യാതി പറയണത്? അതല്ല പ്രശ്നം. അപ്പോൾ തപസ്, ശൗചം. ശൗചം എന്ന് പറഞ്ഞാൽ മലമൂത്ര വിസർജനം ചെയ്ത്, ഇപ്പം മലം വിസർജിച്ചാൽ മാത്രമേ ശൗചമുള്ളൂ. അതും തുടക്കലായിട്ട് മാറിക്കഴിഞ്ഞു കുറേ സ്ഥലത്തൊക്കെ. ടിഷ്യൂ പേപ്പറാണ്. അപ്പോൾ ശൗചം ശരീരത്തിന് മാത്രം പോരാ, മനസ്സിന് വേണം. എന്ന് പറഞ്ഞാൽ നാമസങ്കീർത്തനങ്ങളെ കൊണ്ട് കലിയുടെ കൽമഷങ്ങളെ നീക്കം ചെയ്യാമെന്നാണ് ആപ്തവാക്യം. അപ്പോൾ തപസ്, ശൗചം, ദയ ഇല്ല. കുടുംബത്തിലുള്ളവർക്ക് തന്നെ ദയയില്ലെങ്കിൽ പിന്നെ നാട്ടുകാരിലുള്ള ദയ ഉണ്ടാവുമോ? സ്വന്തം അച്ഛനമ്മയ്ക്ക്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ദയ ഉണ്ടെങ്കിൽ, വെളുത്ത ആൾ കറുത്ത കുട്ടീനെ കല്യാണം കഴിക്കാം. ദയ ഉണ്ടെങ്കിൽ. നീ എന്തു കൊണ്ടുവന്നു, നിൻ്റെ വീട്ടിൽ നിന്ന് എന്തു നീ കൊണ്ടുവന്നു എന്ന് ദയ ഉള്ളൊരു പുരുഷൻ ദയ ഇല്ലാത്തവരോട് ചോദിക്കുള്ളൂ. ദയുള്ള സ്ത്രീയോട് ചോദിക്കില്ല ഒരിക്കലും. സ്ത്രീയാണ് ധനം. സ്ത്രീധനം എന്ന് പറഞ്ഞാൽ എന്താ? സ്ത്രീയാണ് ധനം. സ്ത്രീയുടെ സൗകുമാര്യം, മനസ്സിൻ്റെ സൗകുമാര്യം, ശരീരത്തിൻ്റെ അല്ല, മനസ്സിൻ്റെ സൗകുമാര്യം. ഇത് കുട്ടിക്കാലത്ത് പഠിച്ചാൽ ആരാ സമൂഹത്തിനെതിരായിട്ട് പ്രവർത്തിക്കുക? അപ്പോൾ ദയ, ദാനം എന്നിവ ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കാണപ്പെടുന്നില്ല. ജനങ്ങൾക്ക് വയർ നിറയ്ക്കണമെന്നേ താല്പര്യമുള്ളൂ. ജനങ്ങൾക്ക് സപ്താഹം കേൾക്കാൻ വരുന്നോ? ഞാൻ 4-ാം ദിവസം വരാം. എന്നെന്താ? അന്ന് അവതാരം സദ്യ ഉണ്ടാവും. ഞാൻ 5-ാം ദിവസം വരാം. രുക്മിണി സ്വയംവരാണ്. പായസം ഉണ്ടാവും, അല്ലെങ്കിൽ അവിയലുണ്ടാവും. അപ്പോൾ എന്തിനാണ് നമ്മൾ പോണത് സപ്താഹത്തിന്? ഭക്തി ഉണ്ടാവാനാണ്. അതാർക്കറിയാം? ഇത് പറഞ്ഞു കൊടുക്കണില്ലല്ലോ ആചാര്യന്മാർ. വരാൻ പോകുന്ന 6.5 ദിവസത്തിൽ നിങ്ങൾ എന്ത് സംഭാവന ചെയ്യണം, എന്ത് വഴിപാട് ചെയ്യണം എന്നല്ലേ നമ്മൾ പറയുന്നുള്ളൂ, അല്ലേ? ഈ പുസ്തകം നിങ്ങൾ വീട്ടിലുണ്ടായാൽ, ഇതിൻ്റെ അർത്ഥതലങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ, ക്ഷേത്രത്തിൽ പോയി കാശ് ചിലവാക്കിയിട്ടും നിങ്ങൾക്ക് മര്യാദ കിട്ടണില്ല, അല്ലേ? അങ്ങനെയാണല്ലോ തിരക്ക്. പോവുക മാറുക. അപ്പോൾ ജനങ്ങൾക്ക് വയർ നിറയ്ക്കണമെന്നേ താല്പര്യമുള്ളൂ. നിസ്സാര വിഷയത്തെ ആഗ്രഹിക്കുന്നവരും, തലവേദന മാറണം, മുട്ടുവേദന മാറണം എന്നാ, എനിക്ക് മോക്ഷം വേണമെന്നുള്ള എത്ര ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട് ഈശ്വരനോട്. എനിക്ക് ഭക്തി വേണം. അപ്പം നിസ്സാര വിഷയത്തെ ആഗ്രഹിക്കുന്നവരും അതിനു വേണ്ടി കളവ് പറയുന്നവരുമായിരിക്കണം. നിസ്സാര കാര്യങ്ങൾക്കാണ് കളവ് പറഞ്ഞത്. ജീവൻ നിലനിർത്താനോ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനോ വേണ്ടിയിട്ടല്ല, നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് കളവ് പറഞ്ഞത്. ഉത്സാഹഹീനന്മാരാവണം, ഉത്സാഹമില്ലാത്തവരായിട്ട് തീരണം. ആചാര്യശൂന്യന്മാരായിരിക്കുന്നു. ആചാരണം ഇല്ലാണ്ടായി. എപ്പോൾ വേണമെങ്കിൽ കുളിക്കാം, എപ്പോൾ വേണമെങ്കിൽ കുളിക്കാം, എപ്പോൾ വേണമെങ്കിൽ ആഹാരം കഴിക്കാം, എപ്പോൾ വേണമെങ്കിൽ ഉറങ്ങാം. ആചാരമില്ല. ആചാര്യശൂന്യന്മാരുമായിരിക്കുന്നു. അശക്തന്മാരെ ശക്തന്മാർ ഉപദ്രവിക്കുന്നു. ശക്തിയുള്ളവൻ അടിക്കില്ല, തിരിച്ചു കിട്ടും. അപ്പോൾ കള്ളു കുടിച്ച് വന്ന് സ്ത്രീകളുടെ മേലെ, അമ്മ, ഭാര്യ, പെങ്ങളുടെ മേലെ കുതിര കയറുന്നത് എന്തുകൊണ്ടാണ്? അവർ മാന്യമായിട്ട് പെരുമാറണമെന്നുള്ള തെറ്റാണ് അവരുടെ കയ്യിലുള്ളത്. അപ്പോൾ അശക്തന്മാരെ ശക്തന്മാർ ഉപദ്രവിക്കുന്നു.
വേദവിരുദ്ധ ആചാരങ്ങളിൽ താല്പര്യം കാണപ്പെടുന്നു. ഇപ്പോൾ ചില പെൺകുട്ടികൾ പറയുന്നുണ്ടല്ലോ, സിഗരറ്റ് വലിക്കണതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കുടിക്കണത് കൊണ്ട് കുഴപ്പമില്ല, ഞാനും കുടിക്കാൻ ശീലിച്ചിട്ടുണ്ടെന്നാ. ആയിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ലല്ലോ, നിങ്ങൾക്കും കുഴപ്പമില്ലല്ലോ. അപ്പോൾ വേദവിരുദ്ധ ആചാരങ്ങളിൽ താല്പര്യം കാണപ്പെടുന്നു. ഭാര്യാസ്വീകാരം ചെയ്തിരിക്കുന്നവർ വിഷയവിരക്തന്മാരെന്ന പോലെ. നോക്കൂ, ഈ വിഷയവിരക്തി എപ്പോഴാണ് വേണ്ടത്? മനസ്സിന് ബ്രഹ്മചര്യം 25 വർഷം വിവാഹം കഴിച്ചാൽ അവിടെ വിരക്തി കാണിക്കരുത്, അവളോട് വിരക്തി കാണിക്കരുത്, അവനോട് വിരക്തി കാണിക്കരുത്. നിങ്ങൾക്ക് സമ്പാദ്യമില്ല, നിങ്ങൾ നല്ല സമ്പാദ്യമായിട്ട് വരും, ഞാൻ എൻ്റെ വീട്ടിൽ പോകണു പറയണ സ്ത്രീകൾ എത്രയുണ്ട്. വിവാഹം കഴിക്കുമ്പോൾ ഭർത്താവിന് നല്ല ജോലിയുണ്ട്, അതിനിടയ്ക്ക് കമ്പനി പൂട്ടി പാവം ജോലി ഇല്ലെങ്കിൽ ഭാര്യ പറഞ്ഞത്, ഞാൻ എൻ്റെ വീട്ടിൽ പോകണു, നിങ്ങൾ നല്ലൊരു ജോലിക്കായിട്ട് എന്നെ വിളിച്ചാൽ ഞാൻ വരാം. അവിടെയാണിപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഭാര്യാസ്വീകാരം ചെയ്തിരിക്കുന്നവൻ വിഷയവിരക്തന്മാരെന്ന പോലെ ഗൃഹധർമ്മ വിമുഖന്മാരായിരിക്കുന്നു എന്നാ. നോക്കൂ, ഗൃഹധർമ്മ വിമുഖന്മാർ. ഗൃഹത്തിൽ ചില ധർമ്മങ്ങളുണ്ട്. ഭാര്യനെ സ്വീകരിച്ചാൽ മരിക്കും വരെ ഭാര്യയെ കൊണ്ടു നടത്തണം. അവൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം, അവളെ സ്നേഹിക്കണം, പരമാവധി സ്നേഹിക്കണം. അവൾക്ക് വയ്യാതെ കണ്ടായാൽ അവളെ തുറച്ചു നോക്കരുത്, അവളെ മര്യാദാമസൃണമായിട്ട് നോക്കണം, സ്നേഹമയമായിട്ട് നോക്കണം, അവളെ താലോലിക്കണം, അവളെ പരിരക്ഷിക്കണം. അപ്പോൾ ഗൃഹധർമ്മ വിമുഖന്മാരായിരിക്കരുത്. അതിന് സമയമുണ്ട്. ഇപ്പോൾ വിരക്തി വരാൻ 50 വയസ്സ് കഴിഞ്ഞാൽ വിരക്തി വരാം. സ്ത്രീനെ ഉപദ്രവിക്കരുത്. ആണിന് പൗരുഷം കൂടും, സ്ത്രീക്ക് ശക്തി കമ്മിയാണെങ്കിലും അവളെ ഉപദ്രവിക്കരുത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ എനിക്കറിയില്ല. അപ്പോൾ ഗൃഹധർമ്മ വിമുഖന്മാരായി കാണുന്നു. ഭവനങ്ങളിൽ അധികാരം സ്ത്രീകൾക്കായിരിക്കണമെന്നാണ്. സ്ത്രീകളെ ബഹുമാനിക്കണം, പക്ഷേ അധികാരം സ്ത്രീകൾക്കാവരുത്, പുരുഷനായിരിക്കണം. ഇത് പറഞ്ഞാൽ നമ്മൾ തെറ്റി. ഭാഗവതം ആചാര്യന്മാർ ഇത് പറയാൻ പഠിക്കണം. എന്തിനാ? ഭാഗവതം കേൾക്കാൻ വരുന്നവർ കൂടുതലാരാ? സ്ത്രീകളാണ്. അവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? മുണ്ടാണ്ടിരിക്കും. അവർ രുക്മിണി സ്വയംവരത്തിന് കുമ്മി അടിക്കാനൊക്കെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും. അവിടെ കുമ്മിയടി പറഞ്ഞിട്ടില്ല. കുമ്മി അടിച്ചാലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൂ. അവിടെയാണ് പ്രശ്നം. അപ്പോൾ ഭവനങ്ങളിൽ അധികാരം സ്ത്രീകൾക്കാവരുത്. കോമാളികൾ മറ്റുള്ളവർക്ക് ബുദ്ധി ഉപദേശിക്കുവാൻ പുറപ്പെടുന്നു. കോമാളികൾ വേദശാസ്ത്രങ്ങളിൽ അവബോധമില്ലാതെ ഉണ്ടെന്ന് നടിച്ച് ഞാൻ പറയുന്നതാണ് ശരിയെന്ന് ശഠിക്കുന്നവർ കോമാളികളാണ്. അപ്പോൾ ബ്രഹ്മാനുസന്ധാനം ചെയ്യാത്തവരെ, ബ്രഹ്മാനുഭൂതി അനുഭവിക്കാത്തവരെ ബ്രഹ്മശ്രീ എന്ന് എഴുതിയാൽ അത് കോമാളിത്തരാണ്. അതുകൊണ്ടാണ് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞത്, മോനെ നീയൊരു കോമാളിയായി തീരരുത്, നീയെ ഭാഗവത ഭക്തദാസനാവണം. ഹനുമാൻ ജി ശ്രീരാമചന്ദ്ര സ്വാമിയോട് പറയണു, ഞാൻ അങ്ങയുടെ ദാസാനുദാസോഹം, അങ്ങയുടെ ദാസന്മാരുടെ ദാസനാണ് ഞാൻ. അതിന് നമ്മൾ ലജ്ജിക്കേണ്ട ആവശ്യമില്ല. അതൊരു പദവിയാണ്, ഏറ്റവും മുന്തിയ പദവിയാണ്. ദാസോഹം തവ കേശവ. അപ്പോൾ ഇവിടെ കോമാളികൾ മറ്റുള്ളവർക്ക് ബുദ്ധി ഉപദേശിക്കുവാൻ പുറപ്പെടുന്നു. ധനാശ നിമിത്തം കന്യകകളെ മാതാപിതാക്കന്മാർ ആർക്കാനും വിൽക്കുന്നു. പല സ്ഥലത്തും സ്ത്രീകളെ വിൽക്കുന്ന പരിപാടിയുണ്ട്. കള്ളുകുടിയനാണെങ്കിലും വീട്ടിൽ സ്വത്തുണ്ട്, നീ അങ്ങോട്ട് പോയിക്കോ എന്ന് പറഞ്ഞ അച്ഛനമ്മമാരുണ്ട്. അതുകൊണ്ടാണ് ധനാശ നിമിത്തം കന്യകകളെ മാതാപിതാക്കന്മാർ ആർക്കാനും വിൽക്കുന്നു. ഭാര്യാഭർത്താക്കന്മാർക്ക് തമ്മിൽ എപ്പോഴും കലഹം തന്നെ കാണണം. കലികാലത്ത് ആശ്രമധർമ്മങ്ങളെയും പുണ്യസ്ഥലങ്ങളെയും പുണ്യ തടാകങ്ങളെയും ദുഷ്ടന്മാർ വിരോധിക്കുന്നു. അതിപ്പോൾ നടക്കുന്നുണ്ട് ഇല്ലേ? ആശ്രമധർമ്മങ്ങളില്ല, പുണ്യസ്ഥലങ്ങളെയും പുണ്യ തടാകങ്ങളെയും ദുഷ്ടന്മാർ വിരോധിക്കുന്നു.
ദുഷ്ടന്മാർ അനേകം ക്ഷേത്രങ്ങളെ നശിപ്പിച്ചിരിക്കുന്നു. കലികാലത്ത് തുടങ്ങിയണു. എപ്പോൾ? കലികാലം എത്ര വർഷമായി തുടങ്ങിയിട്ട്? അത്രയും വർഷം മുമ്പ്. അതായത് ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്തതോടുകൂടി എന്നൊക്കെ പറയാം. അപ്പോൾ യോഗിയോ സിദ്ധനോ ജ്ഞാനിയോ സൽപ്രവൃത്തി നിരതനോ ആയ ആളെ കാണുന്നില്ല. ഇത് ഞാനല്ല പറഞ്ഞത്, എനിക്ക് ആരോടും വിദ്വേഷമില്ല. നാരദര് സനൽകുമാരാദികളോട് ഋഷീശ്വരന്മാരോട് പറയേണ്ടതാണത്. യോഗികൾ, സിദ്ധന്മാർ, ജ്ഞാനി, സൽപ്രവൃത്തി ചെയ്യാൻ താല്പര്യമുള്ളവർ ആയ ആളുകളെ കാണുന്നില്ല. ഉപരിശ്രേയസ്സിനെ ഉപരിശ്രേയസ് എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ അയാൾ നല്ലൊരാളാണ്, എന്ത്, കുറച്ച് നിറമുണ്ട്, കുറച്ച് ശരീരപുഷ്ടിയുണ്ട്, അയാളുടെ മനസ്സെന്താണെന്നറിയോ? ആരോ ആയിക്കോട്ടെ. അപ്പോൾ ഉപരിശ്രേയസ് പുറമെ കാണുന്നത് അല്ല ആള്, ഉള്ളറിയാൻ പറ്റൂല. ഞാൻ ഉള്ളിലുള്ള ആളെ മനസ്സിലാക്കിയാൽ എനിക്ക് പ്രശ്നമില്ല. പിന്നെ മറ്റുള്ളവർ എന്നെ ബഹുമാനിച്ചില്ലെങ്കിലും എനിക്ക് സന്തോഷമായിട്ടിരിക്കാം. ഈശ്വരനെ ആരാധിക്കുന്ന ഒരാൾക്ക് മറ്റൊരാളുടെ സർട്ടിഫിക്കറ്റ് വേണ്ട. അപ്പോൾ ഉപരിശ്രേയസിനെ സമ്പാദിപ്പാൻ ഉപകരിക്കുന്ന സദാചാര രൂപമായ സാധനം കലിയാകുന്ന കാട്ടുതീയിൽ വെന്ത് ഭസ്മമായിരിക്കുന്നു എന്നാ. കലികാലത്ത് ഉള്ള കാട്ടുതീയിൽ വെന്ത് ഭസ്മായി. ഏത്? ആചാരങ്ങൾ. ദേശങ്ങൾ തോറും അന്നവിക്രയം കാണപ്പെടുന്നു. അന്നം വിക്രയം ചെയ്യാൻ പാടില്ല. അന്നം ബ്രഹ്മമാണ്. ഇതാരാ മനസ്സിലാക്കേണ്ടത്? പ്രത്യേകിച്ച് ബ്രാഹ്മണ ഹോട്ടൽ എന്നുള്ളതിന് പ്രസക്തിയില്ല. കാരണം എന്താ? ഈ ഹോട്ടലിലേക്ക് കയറുമ്പോൾ ഈ ക്യാഷ് കൗണ്ടറിൻ്റെ പിന്നിൽ തിരുപ്പതി വെങ്കടാചലരുടെയും സുബ്രഹ്മണ്യൻ്റെയും അയ്യപ്പൻ്റെ ഒക്കെ ഫോട്ടോ ഉണ്ടാവും. അപ്പോൾ ഈ ഹോട്ടലുകൾ നടത്തുന്നവർ ബ്രാഹ്മണരാണെങ്കിൽ അവർ പൂണൂലുണ്ടാവും, ഭസ്മട്ടുണ്ടാവും, അവർ ഭാഗവതം വായിച്ചിട്ടില്ല. ഭാഗവതം വായിച്ച ഒരാൾക്ക് അത് ചെയ്യാൻ പറ്റുമോ? അന്നം എന്താ പറഞ്ഞത്? ദേശങ്ങൾ തോറും അന്നവിക്രയം കാണപ്പെടുന്നു. ബ്രാഹ്മണർ വേദങ്ങളെ വിൽക്കുന്നു. ഇതെങ്ങനെയാ ഒരു നമ്പൂതിരി സ്റ്റേജിൽ ഇരുന്നിട്ട് എങ്ങനെ പറയൂ? എന്തുകൊണ്ടാണ് ഞാൻ ഈ പബ്ലിക് പ്രസൻറ്റേഷന് പോവാത്തത്? എന്തുകൊണ്ടാണ്? ഇത് പറഞ്ഞാൽ ആൾക്കാർക്ക് വിദ്വേഷമായി. അപ്പോൾ എന്താ നല്ലത്? മിണ്ടാണ്ടിരിക്കുക. ഭാഗവതം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ബ്രാഹ്മണർ വേദങ്ങളെ വിൽക്കുന്നു. അധികാര നിരൂപണം ചെയ്യാതെ, അധികാരിയാണോ എന്ന് നിരൂപിക്കാതെ വേദോക്ത കർമ്മങ്ങളെ വിലക്കി വിൽക്കുന്നുവെന്ന് സാരം. എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞ പ്രശ്നമുണ്ടോ? ഇതിൽ അർത്ഥം അറിയണം. അർത്ഥം അറിയുമ്പോഴാണ് രസാനുഭൂതി കൂടുക. കരിമ്പ് കടിച്ച് ചവച്ച് കഴിക്കുമ്പോഴത്തെ ഒരു രസമുണ്ടല്ലോ, അല്ലേ? അപ്പോൾ അധികാര നിരൂപണം ചെയ്യാതെ വേദോക്ത കർമ്മങ്ങളെ വിലക്കി വിൽക്കുന്നുവെന്ന് സാരം. സ്ത്രീകൾ ധനാശ നിമിത്തം വ്യഭിചരിക്കണം. ശരിയല്ലേ? ഞാനല്ല, ഭാഗവതമാണ് പറഞ്ഞത്. സ്ത്രീകൾ ധനാശ നിമിത്തം. പണ്ടൊക്കെ ദാരിദ്ര്യം മുഴുക്കുമ്പോൾ മടുക്കുത്തഴിച്ചിട്ടുള്ള കഥയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന പെൺകുട്ടികൾ ലിപ്സ്റ്റിക്ക് ഇടാനും പൗഡർ ഇടാനും ഫേഷ്യൽ ചെയ്യാനും കാശില്ലാതെ കണ്ട് വരുമ്പോൾ കാശ് കിട്ടുന്നവരുടെ ഇഷ്ടത്തിന് വഴങ്ങണതായിട്ട് എല്ലാവർക്കും അറിയാം. അത് അന്യൻ്റെ കുട്ടികളാവുമ്പോൾ നമ്മൾക്ക് വില. അവരവരുടെ കുട്ടികൾ അങ്ങനെ പെട്ടുപോയാലത്തെ സ്ഥിതി നമ്മളൊന്ന് മനസ്സിലാക്കി നോക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ കുട്ടികളെ ശിക്ഷിച്ച് പഠിപ്പിക്കാത്തത്? ശിക്ഷിച്ചാൽ അവർ പുറത്തു പോവും. വിട്ടുപോകുന്ന പേടിയാണോ? പൊയ്ക്കോട്ടെ എന്ന് വെക്കാനുള്ള മനസ്സിന് ത്രാണി വേണം. ഒന്നേ ഉള്ളൂ വെച്ചാൽ അതിനെ ഒലയ്ക്കൊണ്ട് അടിക്കണം എന്നാണ് പറയാം. അപ്പോൾ ഇവിടെ സ്ത്രീകൾ ധനാശ നിമിത്തം വ്യഭിചരിക്കുന്നു. ഇപ്രകാരമുള്ള ദോഷങ്ങൾ ഈ ലോകത്തിൽ കലികാലത്ത് കാണപ്പെടുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇത് ഏത് മതക്കാർക്കും അണ്ടർ ദി സൺ ആൾ ആർ ഈക്വൽ. ചോരയ്ക്ക് തറ വ്യത്യാസമില്ലല്ലോ.
ഈ ഭാഗവത ശാസ്ത്രം, ഭഗവത്ഗീത എന്ന ശാസ്ത്രം അനാദികാലം മുതൽക്കുള്ളതാണ്. ഏത് കാലത്തും ഇതിൻ്റെ പ്രായോഗിക വശങ്ങൾ നിലനിൽക്കും. ഇത് മനസ്സിലാക്കാതെ കണ്ട് ജാതി ഭ്രമത്തിൽ നമ്മൾ മറ്റുള്ളവരെ നിരാകരിക്കണമല്ല, അർത്ഥമില്ല. അവരവരുടെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, നമ്മൾ പഠിക്കണമില്ല, ഇവനെന്ത് ചെയ്യാൻ പറ്റും? 1.25 മണിക്കൂറായി, എനിക്ക് ക്ഷീണമില്ല. കാരണം എന്താ? ഇറ്റ് ഈസ് മൈ സബ്ജക്റ്റ്, എൻ്റെ ഫോർട്ടാണ് ഇത് മനസ്സിലാക്കുക എന്നുള്ളത്, മനസ്സിലാക്കിക്കുക എന്നുള്ളത്. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം, നാളെ കാണാം.